എല്ലാവർക്കും ഒരിക്കൽ കൂടെ കർത്താവായ ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹം ഞാൻ ഓർപ്പിക്കുന്നു. ബഹുമാന്യ കൃത്യദാസന്മാർ, വിശേഷാൽ കെ സി പോൾ പാസ്റ്റർ, എബിസൻ പാസ്റ്റർ, ജയം ബ്രദർ, ജിനീഷ് ബ്രദർ, ക്രിസ്തുവിൽ ഞാൻ സ്നേഹിക്കുന്ന ജയ സിസ്റ്റർ, സജികുമാരി സിസ്റ്റർ, റേച്ചൽ സിസ്റ്റർ, എല്ലാവർക്കും വേഗം വരുന്നതിനായി യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹം ഞാൻ ഓർപ്പിക്കുന്നു. കർത്താവിൻ്റെ ദാസനിലൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആലോചന കേൾക്കാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ വചനം, ദൈവം നമ്മെ എങ്ങനെയാണ് ട്രാൻസ്ഫോം ചെയ്യുന്നത്, അതിന് നാം ഏത് വിധത്തിലെല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്, അവിടെ ദൈവവചനത്തിൻ്റെ പ്രസക്തി എന്ത്, നമ്മളുടെ മാറ്റങ്ങളുടെ അനിവാര്യത എന്ത്, ഇതൊക്കെ ദൈവാസം ലഭിച്ച സമയത്തിനകത്ത് നിന്ന് ഓടിച്ച് പറഞ്ഞു പോവുകയായിരുന്നു. അത് ഞാൻ കെ സി പാസ്റ്റർ ഇത്ര സ്പീഡിൽ പ്രസംഗിക്കുന്നതിന് ആദ്യമായിട്ട് കേൾക്കുക. കാരണം അദ്ദേഹം ആ ഒരു മെസ്സേജിനെ ഓടിച്ച് പറഞ്ഞു തീർക്കുകയായിരുന്നു. കൂടുതൽ മുഖവരികൾ പറയുന്നില്ല, നമ്മുടെ മുമ്പിൽ അധികം സമയമില്ലല്ലോ. പെട്ടെന്ന് തന്നെ ഞാൻ എഹസ്കേൽ പ്രവചനത്തിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ എഹസ്കേൽ പ്രവചനത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ പഠിച്ചു വരികയായിരുന്നു. 6-ാമത്തെ അധ്യായം വരെ നമ്മൾ ഓടിച്ചു നോക്കിയതേ ഉള്ളൂ. നമ്മൾ എടുത്ത ചാപ്റ്റർ അനുസരിച്ച് കഴിഞ്ഞ ആഴ്ച എടുത്തത് 6-ാം അധ്യായത്തിൽ നിന്നാണെങ്കിലും നമ്മൾ എടുത്തു വരുന്ന ക്ലാസ്സിൻ്റെ കണക്കനുസരിച്ച് ഇന്നാണ് നമ്മുടെ 6-ാമത്തെ അധ്യായം, പുസ്തകത്തിലെ 6-ാം അധ്യായം കഴിഞ്ഞ ദിവസം എടുത്തു. ഇന്ന് 6-ാം അധ്യായത്തിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ ഇന്ന് എഹസ്കേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്നാണ്. 6-ാമത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ എഹസ്കേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ നിന്നാണ് ചില വാക്യങ്ങൾ വായിക്കുന്നത്. പക്ഷേ ഈ 7-ാമത്തെ അധ്യായം മാത്രം നമുക്കൊരു ചിലപ്പോൾ 2, 3, 4 ക്ലാസ്സൊക്കെ ഉണ്ടാകാം. അങ്ങനെ ചില പുസ്തകങ്ങൾ ചിലപ്പോൾ നമ്മൾ 4 അധ്യായം 5 അധ്യായം ഒരു ഒറ്റ ചാപ്റ്റർ തീർക്കും. ചില അധ്യായങ്ങൾ ചിലപ്പോൾ 4, 5 അധ്യായങ്ങൾ ദിവസങ്ങൾ ഡേയ്സിലൊക്കെ എടുക്കേണ്ടി വരും. ഇന്ന് ഞാൻ കുറച്ചുകൂടി ടെർമിനോളജി കുറച്ചും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്താണ് ഇന്നത്തെ ക്ലാസ് പോകുന്നത്. അതിനോട് ബന്ധപ്പെട്ട് എഹസ്കേൽ പ്രവചനം അതിൻ്റെ ആദ്യത്തെ ഒരു 2-3 വാക്യം ഒന്ന് വായിച്ച് കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. എഹസ്കേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 2-ാം അധ്യായവും 2-ാം വാക്യവും 3-ാം വാക്യവും ഒന്ന് വായിക്കും. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം ദേശത്തിൻ്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ കോപം നിന്റെ മേൽ അയച്ചു, നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്റെ ന്യായം വിധിച്ചു, നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. ഇനി 7-ന്റെ 2-3 വാക്യങ്ങൾ വായിച്ചാൽ ഞാൻ ഇനിയും കുറച്ച് വാക്യങ്ങൾ ആ താഴെ മുകളിലായിട്ട് വേറെ വേറെ വായിക്കുകയാണ്, ടോപ്പിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇനി അതിൻ്റെ 6-ാമത്തെ വാക്യം, അവസാനം വന്നിരിക്കുന്നു, അത് നിന്റെ നേരെ ഉണർന്ന് വരുന്നു. അപ്പൊ ഇവിടെ ഇത്രയും ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് അവസാനം എന്ന ഒരു വാക്കാണ്. ഇനി 7-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും, നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. നേരത്തെ നമ്മൾ പറഞ്ഞെന്തോ അവസാനം വരുന്നു എന്ന കാര്യം, വന്നിരിക്കുന്നു, വരുന്നു എന്ന കാര്യങ്ങളാണ്. വരാൻ പോകുന്ന കാര്യത്തെയാണ് പ്രവചന ഭാഷയിൽ വന്നിരിക്കുന്നു പറയുന്നത്. ഇവിടെ പറയുന്നത് നിന്റെ മ്ലേച്ഛതകൾ വെളിപ്പെട്ടു വരും. 7-ാം അധ്യായത്തിൽ വരും, വരുന്നു, വരുവാൻ പോകുന്നു എന്ന് വെളിപ്പെടുത്തുന്ന 10 കാര്യങ്ങളുണ്ട് 7-ാം അധ്യായത്തിൽ. അതിനകത്ത് 1-ാമത്തേതായിരുന്നു അവസാനം, 2-ാമത്തേതായിരുന്നു മ്ലേച്ഛത. ഇംഗ്ലീഷിൽ നല്ല ട്രാൻസ്ലേഷൻസിലുള്ളത് ഒന്നിനെ കുറിച്ച് കൊടുത്തിരിക്കുന്ന എൻഡ്, മ്ലേച്ഛതകൾ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അബോമിനേഷൻ എന്നുള്ളതാണ്. ഇനി 7-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു നിർത്തിയ നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ട് വരും എന്ന് പറയുന്നിടത്ത് തന്നെ അതിന് തൊട്ട് അടുത്ത വാക്യത്തിൽ യഹോവയെ കർത്താവ് പ്രകാരം അരുളി ചെയ്യുന്നു, ഒരു അനർത്ഥം ഇതാ വരുന്നു. അപ്പൊ ഇവിടെ വരുന്നു എന്ന് പറയുന്നത് എന്തുവാ? അനർത്ഥം. ഇനി 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദേശനിവാസിയെ ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു, കാലമായി, നാളെടുത്തു, മലകളിൽ ആർപ്പുവിളി, സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ആപത്ത് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ അവിടെ തന്നെ ഒരു വിലാപത്തിന്റെ ശബ്ദം കൂടെ അവിടെ പറയുന്നുണ്ട്. മലകളിൽ ആർപ്പുവിളി, സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല. അപ്പൊ ഇത് വിലാപം വരുന്നു എന്ന് പറയുന്നതാണ് ആ ഭാഗം. അതങ്ങനെ തന്നെയാണ് ചില ഭാഗങ്ങൾ കൊടുത്തിരിക്കുന്നത്. വിലാപം എന്നുള്ളതിന് ട്രബിൾ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി 7-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നത്, അത് വരുന്നു, നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടിപൂത്ത അഹങ്കാരം തളർത്തിരിക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്ന കാര്യം നാൾ
വരുന്നു എന്നുള്ളതാണ്. ഡേ ഓഫ് ലോഡ് ഞാൻ ഒന്ന് എടുത്തു പോയതാണ്. നമ്മൾ ഇതിനോട് ബന്ധപ്പെട്ട് കുറച്ചുകൂടി എന്നിട്ട് കാര്യങ്ങൾ ഞാൻ കോണ്ടെക്സ്റ്റിൽ റെഫറൻസ് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വരുമ്പം ആ അധ്യായത്തിൽ ഞാനത് എടുക്കും. ഇനി 7:12 കാലം വന്നിരിക്കുന്നു, നാളെടുത്തിരിക്കുന്നു, അതിന്റെ സകല കോലാഹലത്തിൽ മേലും ക്രോധം വന്നിരിക്കുകയാണ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യം, കാലം വരുന്നു, ക്രോധം വരുന്നു. അടുത്തത് 7:25 7:25 പറഞ്ഞിരിക്കുന്നത് നാശം വരുന്നു, അവർ സമാധാനം അന്വേഷിക്കും, എന്നാൽ അത് ഇല്ലാതെ ഇരിക്കും. അപ്പൊ 7:25 പറയുന്നത് നാശം വരുന്നു. ഇനി 7:26 നോക്കണം. അപകടത്തിന്മേൽ അപകടവും ശ്രുതിമേൽ ശ്രുതിയും വന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടെ രണ്ട് കാര്യം പറഞ്ഞിരിക്കുകയാണ്. ഒന്ന് അപകടം വരുന്നു, 2 ശ്രുതി വരുന്നു. അങ്ങനെ മൊത്തം 10 കാര്യങ്ങളാണ് ഈ പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒന്നാമത്തെ കാര്യം അവസാനം വരുന്നു, 2 മ്ലേച്ഛതകൾ വെളിപ്പെട്ട് വരുന്നു, 3 അനർത്ഥം വരുന്നു, 4 വിലാപം വരുന്നു, 5 നാൾ വരുന്നു, 6 കാലം വരുന്നു, 7 ക്രോധം വരുന്നു, 8 നാശം വരുന്നു, 9 അപകടം വരുന്നു, 10 ശ്രുതി അഥവാ അപശ്രുതി വരുന്നു. ഈ അപശ്രുതി എന്നുള്ളതിന് ഞാൻ ഈ ഓരോ വേർഡിങ്സിന്റെയും ഇംഗ്ലീഷ് ടൈംസ് ഒന്ന് പറയാം, കാരണം നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് പോയിന്റ്സ് മനസ്സിലാകാൻ. സ്ക്രീൻ ഷെയറുകൾ മാറ്റിയത്. അവസാനം വരുന്നു എന്നുള്ളതിനുള്ളത് എൻഡ് വരുന്നു. മ്ലേച്ഛത എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന അബോമിനേഷൻ. അനർത്ഥം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്ന വേർഡ് ഈവിൾ എന്നാണ്. നമ്മൾ ഇന്ന് അതിലേക്ക് പോകുന്നില്ല. ഈവിൾ മാത്രം നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളുണ്ട്. വാട്ട് ഈസ് ദ മീനിങ്, കംപ്ലീറ്റ് മീനിങ് ഓഫ് ഈവിൾ എന്നുള്ളതിന്. വിലാപം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ട്രബിൾ എന്നാണ്. നാൾ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഡേ എന്നാണ്. കാലം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ടൈം എന്നാണ്. ക്രോധം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് റാത്ത്, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. നാശം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഡിസ്ട്രക്ഷൻ. അപകടം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് മിസ്ചീഫ്. ശ്രുതി എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് റൂമർ. ഇങ്ങനെ 10 കാര്യങ്ങളാണ് എസ്കേലിന്റെ പ്രവചനത്തിൽ നിന്ന് 7-ാം അധ്യായത്തിൽ നിന്ന് മാത്രം നമുക്ക് പഠിക്കാനുള്ളത്. എന്തിനാ ഇത് ഇനി 10 കാര്യങ്ങൾ ഓരോന്നോരോന്ന് പഠിക്കുന്നതിനകത്ത് പ്രത്യേക അർത്ഥമുണ്ട്, എല്ലാത്തിനും പ്രത്യേക അർത്ഥമുണ്ട്. അതിനകത്ത് 2 കാര്യങ്ങൾ നമ്മൾ ഇന്ന് പെട്ടെന്ന് ഓടിച്ച് പറഞ്ഞു പോകാം. സമയം എൻ്റെ തോന്നുന്നു എനിക്ക് മുമ്പ് ഇനി 10 മിനിറ്റ് കൂടെ കഷ്ടിയുള്ളൂ. ഓക്കെ, അതിനകത്ത് ഒരു പോയിന്റ് പറഞ്ഞു പോകാം. ഓക്കെ, എന്റെ അവസാനം വരുന്നു എന്നുള്ളതിന് 7-ാം അധ്യായം 2, 3, 6 വാക്യങ്ങളാണ് അവസാനം എന്നുള്ളത്. ഞാൻ ഒന്ന് വായിച്ചല്ലോ. ഇവിടെ ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയുകയാണെങ്കിൽ ഈ അവസാനം വരുന്നു പറഞ്ഞിരിക്കുന്ന കാര്യത്തോട് പറഞ്ഞിരിക്കുന്നത് ആരോടാ ഇത് പറഞ്ഞിരിക്കുന്നുള്ളത്? 1 ഇസ്രായേലിനോട് അരുളി ചെയ്യുന്നു. 2 ദേശത്തിന്റെ 4 ഭാഗത്തും അവസാനം വരുന്നു. നിനക്ക് അവസാനം വരുന്നു. നിന്റെ മേൽ അത് കോപമായി പരിണമിക്കും. നിന്റെ മേൽ അത് ന്യായവിധിയായി പരിണമിക്കും. അത് നിന്നോട് പകരം വീട്ടുന്നതായിരിക്കും. അത് നിന്റെ നേരെ ഉണർന്നു വരുന്നതായിരിക്കും. ഇത് ആരോട് പറഞ്ഞിരിക്കുന്നതാണ്? ഇസ്രായേലിനോട്. അവസാനം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം, എൻഡ് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ കാര്യം കുറച്ചുകൂടി ഒന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കണം. എങ്ങനെ ഇത് ഇസ്രായേൽ സെൻട്രിക് ആണെന്നുള്ളത് നോക്കണം. അതിന്റെ ആദ്യത്തെ വാക്യം തന്നെ വായിച്ചു പോകുന്നത് അങ്ങനെയാണ്. മനുഷ്യപുത്ര യഹോവയെ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം ദേശത്തിന്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എന്റെ കോപം നിന്റെ മേലയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും തക്കവണ്ണം പകരം വീട്ടും. ഈ 2 വാക്യത്തിൽ നിന്നാണ് ഞാൻ പറഞ്ഞത്. ഇസ്രായേലിനോട് അരുളി ചെയ്യുന്നു, ദേശത്തിന് 4 വശത്തും അവസാനം വരുന്നു, നിനക്ക് അവസാനം വരുന്നു, കോപം നിന്റെ മേൽ അയക്കപ്പെടും, അത് നിന്നോട് ന്യായം വിധിക്കുന്നതായിരിക്കും, നിന്നോട് പകരം വീട്ടുന്നതായിരിക്കും, നിന്റെ നേരെ ഉണർന്നു വരുന്നതായിരിക്കും. അപ്പൊ ഈ അവസാനം എന്ന് പറയുന്ന കാര്യം ഇസ്രായേൽ സെൻട്രിക്കായ ഒരു വിഷയമാണ്. ദേശത്തിന്റെ 4 വശം എന്ന് പറഞ്ഞാൽ ഇന്ന് അബ്രഹാമിന് ദൈവം വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്ന ദേശത്തിൽ ഇസ്രായേൽ മക്കൾ പാർക്കുന്ന ഒരു ചെറിയ ഭാഗമായിരിക്കുന്ന യെരൂശലേമിന്റെ 4 വശത്തും ചിതറി പാർക്കുന്ന മിഡിൽ ഈസ്റ്റിലെ ഭൂമിയോടാണ് ഇത് പറയുന്നത്. അപ്പൊ ഈ അവസാനം വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യം വാസ്തവത്തിൽ കൃത്യമായി വേദോസം വായിച്ചു പഠിക്കുന്ന ഒരാൾക്ക് ക്ലിയർലി വിരൽ ചൂണ്ടിയാൽ ഇത് മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന ഒരു വിഷയത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഒരു പക്ഷേ ലോകവ്യാപകമായി സംഭവിക്കാം. വിലക്കയറ്റം, മരുന്നില്ലാതെ വരിക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന്റെ പെയിൻ, ഇതിന്റെ ആ ഡീപ് പെയിൻ എന്ന് പറയുന്നത് ഇസ്രായേലിൽ, യെരൂശലേമിലും അതിന്റെ ചുറ്റും വെളിപ്പെടേണ്ടതാണ്. അപ്പൊ ഈ അവസാനം എന്ന് പറയുന്ന ആർക്ക് വരുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.
ഇത് അമേരിക്കയ്ക്ക് അവസാനം വരുന്നതോ ഇന്ത്യക്ക് അവസാനം വരുന്നതോ ചൈനയ്ക്ക് അവസാനം വരുന്ന കാര്യമല്ല ഇവിടെ പറയുന്നത്. ഇവിടെ ഇസ്രായേൽ സംബന്ധിതമായി ദൈവം ചെയ്തിരിക്കുന്ന ചില കാര്യങ്ങളുടെ വിഷയമാണ്. അപ്പൊ അതിന് പറയാം എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഈ അത്രയും വാക്യങ്ങളുടെ ഭാഗങ്ങൾ കണക്ട് ചെയ്താൽ മതി. ഒന്ന്, നിന്റെ നടപ്പിനനുസരിച്ചുള്ള പകരം വീട്ടൽ. നിന്റെ മേൽ ക്രോധം വരുന്നത്, റാത്ത് ഓഫ് ഗോഡ് ഈസ് അപ്പോൺ യു, ദൈവ ക്രോധം നിന്റെ മേൽ വരുന്നത്. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ ദേശത്തോടല്ല ചെയ്യുന്നത്, ദേശത്തിന്റെ 4 വശത്തോടല്ല ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നിന്റെ മ്ലേച്ഛതകൾക്ക് ന്യായം വിധിക്കുന്നത്. അപ്പൊ ഈ മ്ലേച്ഛത എന്ന് പറയുന്ന വിഷയത്തിൽ അബോമിനേഷൻ എന്ന ടോപ്പിക്കിലേക്ക് പോകുമ്പോഴാണ് ആ ഭാഗം വരുന്നത്. ഈ അബോമിനേഷൻ മനസ്സിലാകണമെങ്കിൽ ഇതിന് ഒരു ക്ലാസ്സും ഇല്ലാതെ യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായം 1, ആ 16-ാം അധ്യായം 1 മുതൽ 63 വാക്യം എന്തോ അതിനകത്തുള്ളത്. ഈ 63 വാക്യം ഒന്ന് ഓടിച്ചൊന്ന് വായിച്ചാൽ, ഓടിച്ചല്ല ആ ഞാൻ അങ്ങ് ഭാഷ പറഞ്ഞു പോയതാ, യെഹെസ്കേൽ പ്രവചനം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 63 വരെ ഉള്ള വാക്യം വായിച്ചാൽ വളരെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റും എന്താണ് മ്ലേച്ഛത എന്നുള്ളത് കൊണ്ട് ഇവരെ കുറിച്ച് അഡ്രസ് ചെയ്യുന്നുള്ളത്. വേറെ ഒത്തിരി വാക്യങ്ങളുണ്ടില്ലെന്നല്ല ഞാൻ പറഞ്ഞത്. ഇസ്രായേൽ സംബന്ധിതമായി യെഹെസ്കേൽ പ്രവാചകൻ പറഞ്ഞു വെക്കുന്ന വസ്തുത എന്താണെന്നുള്ളത് മനസ്സിലാക്കുന്ന കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ അവസാനം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ എന്തിന്റെ അവസാനം എന്നുള്ളതിന് ഒന്ന് ഈ മ്ലേച്ഛത എന്നുള്ളത് എടുക്കാം. അപ്പൊ അതിനകത്ത് തന്നെ ആ പോയിന്റിൽ നിൽക്കുമ്പോൾ തന്നെ ഒരു റെഫറൻസ് വൈസ് നമുക്കത് പോകാം. എന്താണ് ഇവരോട് അവസാനം എന്ന് പറഞ്ഞിരിക്കുന്നത്? വിലാപങ്ങൾ 4-ാം അധ്യായം അതിന്റെ 18-19 വാക്യങ്ങൾ വായിക്കുമ്പോൾ അതിന്റെ 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനുണ്ട് വിലാപങ്ങളിൽ. എന്നാൽ ഞാൻ അതിന്റെ 18-19 മാത്രമാണ് വായിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ 1 മുതൽ 20 വരെ വായിക്കണം എന്ന് പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് വിലാപങ്ങൾ 4-ാം അധ്യായത്തിന്റെ 1 മുതൽ 20 അവന്റെ ആ ഒന്ന് മനസ്സിലാൻ വേണ്ടി ഞാൻ 1-2 വാക്യം ഒന്ന് വായിക്കാം. അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധരത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? ഞാനിത് വായിക്കും പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് തോന്നും. പക്ഷേ ഇതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുമ്പോഴേ ഇതിന്റെ ഗൗരവം പിടികിട്ടുള്ളൂ, എന്തിന്റെ വിലാപമാണെന്നുള്ളത്. ഒന്നുകൂടെ നോക്കണം. അയ്യോ പൊന്നു മങ്ങിപ്പോയി, നിർമ്മല തങ്കം മാറിപ്പോയി, വിശുദ്ധരത്നങ്ങൾ സകല വീഥികളുടെയും തലയ്ക്കൽ ചൊരിഞ്ഞു കിടക്കുന്നു. തങ്കത്തോട് തുല്യരായിരുന്ന സിയോന്റെ വിശിഷ്ടപുത്രന്മാരെ കുശവന്റെ പണിയായ മൺപാത്രങ്ങളെ പോലെ എണ്ണിയിരിക്കുന്നത് എങ്ങനെ? കുറുനരികൾ പോലും മുല കാണിച്ച് കുട്ടികളെ കുടിപ്പിക്കുന്ന എന്റെ ജനത്തിന്റെ പുത്രിയോ മരുഭൂമിയിലെ ഒട്ടകപ്പക്ഷിയെ പോലെ ക്രൂരയായി തീർന്നിരിക്കുന്നു. മുല കുടിക്കുന്ന കുഞ്ഞിന്റെ നാവ് ദാഹം കൊണ്ട് അണ്ണാക്കോട് പറ്റിയിരിക്കുന്നു. പൈതങ്ങൾ അപ്പം ചോദിക്കുന്നു, ആരും നുറുക്കി കൊടുക്കുന്നതുമില്ല. സ്വാദുഭോജ്യങ്ങളെ അനുഭവിച്ചു വന്നവർ വീഥികളിൽ പട്ടിണി കിടക്കുന്നു. ധൂമ്രവസ്ത്രം ധരിച്ചു വളർന്നവർ കുപ്പകളെ ആലിംഗനം ചെയ്യുന്നു. കൈ തൊടാതെ പെട്ടെന്ന് മറിഞ്ഞുപോയ സോദോമിന്റെ പാപത്തെക്കാൾ എന്റെ ജനത്തിന്റെ പുത്രിയുടെ അകൃത്യം വലുതാകുന്നു. അവരുടെ പ്രഭുക്കന്മാർ ഹിമത്തിലും നിർമ്മലന്മാരും പാലിലും വെളുത്തവരുമായിരുന്നു. അവരുടെ ദേഹം പവിഴത്തിലും ചുവപ്പുള്ളതും അവരുടെ ശോഭ നീലക്കല്ല് പോലെയുമായിരുന്നു. അവരുടെ മുഖം കരിക്കട്ടയേക്കാൾ കറുത്തിരിക്കുന്നു. വീഥികൾ അവരെ കണ്ടിട്ട് ആരും അറിയുന്നില്ല. അവരുടെ ത്വക്ക് അസ്ഥികളോട് പറ്റി ഉണങ്ങി മരം പോലെയായി തീർന്നിരിക്കുന്നു. വാൾ കൊണ്ട് മരിക്കുന്നവർ വിശപ്പ് കൊണ്ട് മരിക്കുന്നവരെക്കാൾ ഭാഗ്യവാന്മാർ. അവർ നിലത്തിലെ അനുഭവമില്ലായെങ്കിൽ ബാധിതരായി ക്ഷീണിച്ചു പോകുന്നു. കരുണയുള്ള സ്ത്രീകൾ തങ്ങളുടെ പൈതങ്ങളെ സ്വന്തം കൈകൊണ്ട് പാകം ചെയ്ത് അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ നാശത്തെങ്കിൽ അവർക്ക് ആഹാരമായി തീരുന്നു. യഹോവ തന്റെ ക്രോധം നിവർത്തിച്ച് തന്റെ ഉഗ്രവം ചൊരിഞ്ഞിരിക്കുന്നവർ സിയോനിൽ തീ കത്തിച്ചു. അത് അതിന്റെ അടിസ്ഥാനങ്ങൾ ദഹിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. വൈരിയും ശത്രുവും യെരൂശലേമിന്റെ വാതിൽക്കകത്ത് കടക്കുമെന്ന് ഭൂരാജാക്കന്മാരും ഭൂവാസികൾ ആരും വിശ്വസിച്ചിരുന്നില്ല. ഇങ്ങനെ യെരൂശലേമിന്റെ ഇസ്രായേലിന്റെ സിയോന്റെ നടുക്കത്തിന്റെ കാലം, വിലാപത്തിന്റെ കാലം, അനർത്ഥത്തിന്റെ കാലം, സിയോന്റെ തകർച്ചയുടെ കാലം, അത് കണ്ടുകൊണ്ട് വിലാപ ഗീതമായി യിരെമ്യാ പ്രവാചകന്റെ വാക്കുകളിലൂടെയാണ്, പ്രവചന ശബ്ദത്തിന്റെ വിലാപഗീതമായിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതിനകത്ത് 18-19 വാക്യമാണ് ഞാൻ ആദ്യം റെഫറൻസ് ആയിട്ട് പറഞ്ഞത്. അത് വായിക്കാം. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് നടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരുന്നു. ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഞങ്ങളെ പിന്തുടർന്നവർ ആകാശത്തിലെ കഴുക്കളിലും വേഗമുള്ളവർ. അവർ മലകളിൽ ഞങ്ങളെ പിന്തുടർന്ന് മരുഭൂമിയിൽ ഞങ്ങൾക്കായി പതിയിരുന്നു. അപ്പൊ ഇവിടെ പറയുന്നൊരു കാര്യം ശ്രദ്ധിക്കണം. വിലാപഗീതത്തിന്റെ പ്രവചന ശബ്ദങ്ങളിൽ
യെരൂശലേമിന്, ഇസ്രായേലിന്, സിയോന് വരാൻ പോകുന്ന വിലാപക നാളുകളിൽ, വേദനയുടെ നാളുകളിൽ അവരൊരു കാര്യം അഡ്രസ് ചെയ്ത് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നുണ്ട്. ഞങ്ങളുടെ വീഥികളിൽ ഞങ്ങൾക്ക് കടന്നുകൂടാതെ വണ്ണം അവർ ഞങ്ങളുടെ കാലടികൾക്ക് പതിയിരിക്കുന്നു. ഞങ്ങളുടെ അവസാനം അടുത്തു, ഞങ്ങളുടെ കാലം തികഞ്ഞു, ഞങ്ങളുടെ അവസാനം വന്നിരിക്കുന്നു. ഒന്ന് ഓർത്തു നോക്കിയേ, അനേകം രാജ്യങ്ങൾക്കകത്ത് തങ്ങളുടെ ശത്രുക്കൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയെല്ലാം നുഴഞ്ഞു കയറി ആ രാജ്യങ്ങളിലുള്ളവർ അറിയാതെ പോലും അവരുടെ ശത്രുക്കളെ തിരഞ്ഞു കണ്ടുപിടിച്ച് പൊക്കിക്കൊണ്ടുപോയിട്ട്, അത് വിമാനം വരെ റാഞ്ചി കൊണ്ടുപോയിട്ടുണ്ട്. വിമാനവും ഏത് വലിയ ടെക്നോളജിയും റാഞ്ചി കൊണ്ടുപോയി ഏത് ശത്രുവിന്റെ മടയിൽ കയറി തകർക്കാൻ ശേഷിയും കെൽപ്പുമുള്ള ഇസ്രായേലിന്റെ മണ്ണിനകത്ത് നിന്നുകൊണ്ട് അവരുടെ കാലടികൾ പോലും എതിർ ക്രിസ്തുവിന്റെ സൈന്യം കാത്തിരിക്കുന്നു എന്ന് വിലപിക്കുന്ന അവസ്ഥയിലേക്ക് ഇവർ തകർന്നു പോകും. എന്ന് പറഞ്ഞാൽ അവരുടെ ടെക്നോളജി, ഇന്നത്തെ യുദ്ധസാമഗ്രികൾ, ഇന്നത്തെ ആയുധ കെൽപ്പ് അല്ലെങ്കിൽ ആയുധ ശേഷികൾ എല്ലാം പരാജയമായി പോകും. അവസാനം വന്നിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ അവസാനം എന്ന് പറയുന്നത് ഒറ്റവാക്കിൽ പറഞ്ഞാൽ അവരുടെ വെൽത്തിന്റെയും ടെക്നോളജിയുടെയും അവരുടെ ആർജവങ്ങളുടെയും അവരുടെ സമ്പത്തിന്റെയും അവരുടെ സകലവിധ സൗന്ദര്യത്തിന്റെയും അവസാനം വന്നിരിക്കുന്നു. യെഹെസ്കേൽ പ്രവാചകൻ അവസാനം വന്നിരിക്കുന്നു എന്ന് ഒറ്റവാക്കിൽ പറഞ്ഞു വിടുന്ന ഈ വിഷയം അത്ര സിമ്പിൾ അല്ല എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ അവസാനം എന്ന് പറയുന്ന വിഷയത്തിന്റെ കണക്ഷൻസ് ബൈബിളിൽ എവിടെയൊക്കെ ഉണ്ടോ അതെല്ലാം പഠിച്ചു പോകുന്നിടത്താണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഞാൻ അതിന് ഒരു വാക്യം കൂടെ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ അലച്ചിലുകളും അതോടൊപ്പം തന്നെ ആ അലച്ചിലുകൾ ഇന്നവരെ പിടിച്ചു നിർത്തുന്ന സകലവിധമായ അഡ്വാൻസും എല്ലാം തകർന്നു പോവുകയാണ് അവിടെ. അപ്പോൾ അതൊരവസാനം. ഇനി അടുത്ത നോക്കിയേ, ആമോസ് 8:10, ഞാൻ നിങ്ങളുടെ ഉത്സവങ്ങളെ ദുഃഖമായും നിങ്ങളുടെ ഗീതങ്ങളെ വിലാപമായും മാറ്റും. ഞാൻ അത് അരയിലും രട്ടും 7 തല്ലിലും കഷണ്ടിയും വരുത്തും. ഞാൻ അതിനെ ഒരു ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെയും അതിന്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെയും ആക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അപ്പൊ ഇവിടെ പറയുന്നതും അവരുടെ ഉത്സവങ്ങളെ ദുഃഖമാക്കി തീർക്കും, അവരുടെ ഗീതങ്ങളെ വിലാപമാക്കി തീർക്കും, അവരുടെ ശോഭയെ മുഴുവൻ അവർക്ക് വിലാപത്തിനും ദുഃഖത്തിനുമുള്ള കാരണമാക്കി തീർക്കും. എന്നിട്ട് ഞാൻ അതിനെ ഒരു ഏകജാതനെ കുറിച്ചുള്ള വിലാപം പോലെ ആക്കുമെന്നും അതിന്റെ അവസാനത്തെ കയ്പുള്ള ദിവസം പോലെ ആക്കുമെന്നും യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ആമോസ് പ്രവാചകൻ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അവിടെ എന്റെ ഒരു കയ്പുള്ള ദിവസം പോലെ. ഇവരുടെ ജീവിതത്തിൽ കയ്പുള്ള ദിവസം എന്ന് പറയുന്ന വിഷയത്തിന് ഒത്തിരി പ്രത്യേകതയുണ്ട്. അവരുടെ ആ വർഷങ്ങൾ നീണ്ട നൂറ്റാണ്ടുകൾ 430 വർഷം അവരനുഭവിച്ച കയ്പ്, വേദന, അത് വിട്ട് അവര് പുറത്തു പോരുമ്പോൾ ആ ദിവസം അവർ കയ്പ് ചീര ഭക്ഷിച്ചതിനൊരു കാരണമുണ്ട്. അവരുടെ നിത്യോപയോഗ ഭക്ഷണവസ്തു അല്ല ഇത്. നിത്യോപയോഗ ഭക്ഷണവസ്തു അല്ല. ഇസ്രായേൽ അന്ന് വരെ ഭക്ഷിച്ചിട്ടുള്ള സാധനമല്ല. മാത്രമല്ല, ഇതിന്റെ അളവ് കൂടിപ്പോയ ആള് മരിച്ചു പോകും. നമ്മൾ ചുമ്മാ കയ്പ് ചീര തിന്നെന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് എന്താ, സ്കൂളിന്റെ പുറകിലൊക്കെ പിള്ളേർ മൂത്രം ഇങ്ങനത്ത് വളർന്നു വന്ന ചെറിയ ചീര കുറച്ച് പറിച്ചുകൊണ്ട് പോയി. അല്ല, ഇസ്രായേലിന്റെ ഭക്ഷണവസ്തു അല്ല. അന്ന് വരെ അവരനുഭവിച്ചിട്ടുള്ള വേദനയുടെയും വ്യഥയുടെയും അവസാനത്തെ രുചി നോക്കല ഈ കയ്പ് ചീര ഭക്ഷിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നത്. പക്ഷെ അവരുടെ ലൈഫിൽ ഇനി ഒരു കയ്പുള്ള ദിവസം ഞാൻ കൊണ്ടുവരും. ഇത് ആര് പറഞ്ഞു? ദൈവം പറഞ്ഞതാ. അതിനൊരു റീസൺ ഉണ്ട്. ആ റീസൺ നമ്മൾ ഇപ്പൊ എടുക്കുന്നില്ല, കാരണം ആ ടോപ്പിക്കിലേക്ക് നമ്മൾ വരുന്നുണ്ട് പിന്നീട്, ആ റീസൺ എന്നുള്ളത്. അപ്പൊ ഇവിടെ ആമോസ് 8:10 പറയുകയാണ്, അതിന്റെ അവസാനത്തെ ഞാൻ ഒരു കയ്പുള്ള ദിവസം പോലെ ആക്കും. നിങ്ങളുടെ ബാക്ക് ഹിസ്റ്ററീസിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കഴിഞ്ഞു പോയ നാളുകൾ അനുഭവിച്ചിട്ടുള്ള കുറെ കയ്പിന്റെ വർഷങ്ങളും കയ്പിന്റെ കണ്ണുനീരിന്റെ ദിവസങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അന്നൊന്നും നിങ്ങൾ രുചിച്ചറിഞ്ഞിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ അന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ ഇനി മേലെ ഒരു കയ്പുള്ള ദിവസം വരാൻ പോകും. ഇതൊരു അവസാനമാണ്.
ഇപ്പൊ നമ്മൾ അവസാനം വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഈ വാക്യം എടുത്തിട്ട് നമുക്ക് ഒരു കോണ്ടെക്സ്റ്റും മനസ്സിലാകാത്ത, അല്ലെങ്കിൽ നമ്മൾ അതിന്റെ കോണ്ടെക്സ്റ്റുമായി ഒരു നീതി പുലർത്താത്ത രീതിയിലാണ് ഇന്റർപ്രിട്ടേഷൻ. അത് പോട്ടെ, ഇന്റർപ്രിട്ടേഷൻ ചെയ്ത് അവിടെ നിൽക്കട്ടെ, അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കുന്നതും അങ്ങനെയാണ്. പക്ഷെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവസാനം വരുന്നു എന്ന് പറയുന്നത് ഒരു വലിയ സംഭവം തന്നെയാണ്. അതിനകത്ത് ഒരു ഭാഗമാണ് ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞത്. ഇത്രയും ടെക്നോളജി ഉള്ള അവർക്ക് അവരുടെ കാലടികൾ, അവർ നടക്കുന്നതിന്റെ ശബ്ദം അതുപോലും പുറത്തു വിടാൻ പറ്റാത്ത രീതിയിൽ, പുറത്തു വിട്ടാൽ നടക്കുന്ന ശബ്ദം കേട്ട് ശത്രു കയറി ആക്രമിക്കും. ഇസ്രായേലിന് വരാൻ പോകുന്ന ദിവസം ഇങ്ങനെയാണ്. ഞാൻ പറഞ്ഞാൽ പുസ്തകത്തിനകത്ത് എഴുതിയിരിക്കുന്ന കാര്യത്തിന്റെ ലഘു വിവരണം മാത്രമേ ഞാൻ നടന്നുള്ളൂ. അപ്പൊ അതൊന്നും. രണ്ടാമത്തെ കാര്യം യെഹെസ്കേൽ 7:3 പറയുകയാണ്, ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു, എന്റെ കോപം നിന്റെ മേലെ അയച്ചു, നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. അപ്പൊ ഇത് മ്ലേച്ഛതകളുടെയും കൂടെ അവസാനമാണ്. ഇസ്രായേൽ ചെയ്തിട്ടുള്ള മ്ലേച്ഛതകളുടെ അവസാനമാണ്. മ്ലേച്ഛത എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് മാത്രം നമ്മൾ വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ ഭാഗം ഇപ്പൊ ഇവിടെ നിന്ന് സ്കിപ്പ് ചെയ്യുക. ഇനി യിരെമ്യാവ് 51:11, 12, 13 വാക്യങ്ങൾ. അമ്പ് മിനുക്കുവിൻ, പരിച ധരിക്കുവിൻ, യഹോവ മേദ്യ രാജാക്കന്മാരുടെ മനസ്സുണർത്തിയിരിക്കുന്നു, ബാബേലിനെ നശിപ്പിക്കുവാൻ തക്കവണ്ണം അവന്റെ നിരൂപണം അതിന് വിരോധമായിരിക്കുന്നു. യഹോവയുടെ പ്രതികാരം അവന്റെ മന്ദിരത്തിന് വേണ്ടിയുള്ള പ്രതികാരം തന്നെ. ബാബേലിന്റെ മതിലുകൾക്ക് നേരെ കൊടി ഉയർത്തുവിൻ, കാവൽ ഉറപ്പിപ്പിൻ, കാവൽക്കാരെ നിരത്തുവിൻ, പതിയിരിപ്പുകാരെ ഒരുക്കുവിൻ. യഹോവ ബാബേൽ നിവാസികളെ കുറിച്ച് അരുളി ചെയ്ത് നിർണയിച്ചും അനുഷ്ഠിച്ചുമിരിക്കുന്നു. വലിയ വെള്ളങ്ങൾക്കതിലെ വസിക്കുന്നവളായി വളരെ നിക്ഷേപങ്ങൾ ഉള്ളവരെ, നിന്റെ അവസാനം, നിന്നെ ഛേദിച്ചു കളയാനുള്ള അവസാനം വന്നിരിക്കുന്നു, അവധി വന്നിരിക്കുന്നു. ഇപ്പൊ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ബാബിലോണിന് നേരെ മെദോ പേർഷ്യൻ സാമ്രാജ്യം ഒരുമിച്ച് വരികയും ബാബിലോണിനെ തകർത്ത് കളയുകയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബാബിലോണിനെ തകർത്തുന്ന രാജാവിനെ ഒരു രാത്രി കൊണ്ട് വെട്ടിക്കൊല്ലുകയാണ്. ആ രാത്രി വൈകുന്നേരം ആകുന്നത് വരെ ഒരു അനക്കം പോലും കേൾക്കാത്തവർ രാത്രിയിൽ ഒരു ശബ്ദം കേട്ട് എഴുന്നേറ്റ് നോക്കുമ്പോൾ ബെൽശസ്സർ കാണുന്നത് തന്റെ മുൻപിൽ ആയുധങ്ങൾ, വാളുകൾ ഊരിപ്പിടിച്ച് നിൽക്കുന്ന വലിയ സൈന്യത്തെയാണ്. ആ മോർണിംഗ് ആകാൻ അനുവദിച്ചില്ല. അതിന്റെ പിന്നിൽ ഒരു ചെറിയ കാര്യം ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. ദാനിയേൽ വായിക്കുന്നവർക്ക് അറിയാം. യഹോവയുടെ ആലയത്തിലെ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയി 1000 പേർക്ക് 1000 മഹത്തുക്കളെ വിളിച്ച് അതിനകത്ത് മദ്യം പകർന്ന് വീഞ്ഞു കുടിച്ച് അവരതിനകത്ത് ഭക്ഷണം കഴിച്ചു. വലിയ വിരുന്നൊക്കെ നടത്തിയതാ. അവന്റെ സ്വന്തം അപ്പന്റെയും വല്യപ്പന്റെയും അനുഭവത്തിൽ, വല്യപ്പനാണ് നെബൂഖദ്നേസർ. രണ്ടുപേരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള വിഷയങ്ങളൊന്ന് പഠിച്ചാൽ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? യാഥാർത്ഥ്യം ഇവന് മനസ്സിലാക്കാമായിരുന്നു. അവൻ അതൊന്നും പോയില്ല. അവൻ ആലയത്തിലെ പാത്രങ്ങൾ എടുത്ത് കളിച്ചു. ഞാൻ ഇവിടെ ഒരു ആത്മീയ സന്ദേശം ഒന്ന് പറഞ്ഞോട്ടെ. ദൈവാലയത്തിലെ പാത്രങ്ങളാണ് ഓരോ ദൈവവേദനയും. അതിനകത്ത് പകരപ്പെടുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതിന് പകരം ഈ പാത്രത്തിനകത്ത് ദുരാത്മാവിനെ പകർന്ന്, ദുരാഗ്രഹം പകർന്ന്, ദുർചിന്തകൾ പകർന്ന്, ജഡത്തിന്റെ മോഹങ്ങൾ പകർന്ന്, വീട് തരാം, കാറ് തരാം, ജീപ്പ് തരാം, വണ്ടി തരാം, നിന്നെ അങ്ങോട്ടയക്കാം ഇങ്ങോട്ടയക്കാം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത് ദൈവസഭയെ വഞ്ചിക്കുന്ന, ദൈവജനത്തിന്റെ ലക്ഷ്യം കെടുത്തി കളയുന്ന തരത്തിലുള്ള, അവരെ തകർത്ത് നശിപ്പിക്കുന്ന തരത്തിലുള്ള കള്ളപ്രവചനം അടിച്ച് ദൈവവചനം പോഷിപ്പിക്കേണ്ടതിന് പകരം ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത, കോണ്ടെക്സ്റ്റിന് വിരോധമായ, പരിശുദ്ധാത്മാവ് ഇത് എഴുതിയതിന്റെ ഉദ്ദേശത്തിന് വിരുദ്ധമായ വ്യർത്ഥ ചിന്തകളെയൊക്കെ കടത്തിവിടുന്ന എല്ലാ പാസ്റ്റർമാർക്കും, ഉപദേശിമാർക്കും, സന്ദേശകന്മാർ, പ്രവാചകന്മാർക്കും, അപ്പോസ്തലന്മാർ, സ്വയം പേരെടുത്ത അപ്പോസ്തലന്മാർക്കും എല്ലാവർക്കും ഈ ന്യായവിധി വരും. ഇത് നമുക്കിതിന്റെ ആത്മീയ സന്ദേശം കൂടെ പറഞ്ഞു പോകുന്നതാണല്ലോ ആ പഠനത്തിന്റെ ഏറ്റവും ഉചിതമായ രീതി. ഇവിടെ പറയുക, നിന്റെ യുദ്ധങ്ങൾക്ക് ഞാൻ അവസാനം വരുത്തും, നിനക്ക് വേണ്ടി ഞാൻ പകരം ചോദിക്കും. ഇസ്രായേലിന്റെ പ്രവൃത്തികൾക്കും ഇസ്രായേലിന്റെ കൊള്ളരുതായ്മകൾക്കും എല്ലാം ഞാൻ പകരം ചോദിക്കും. അപ്പോൾ തന്നെ ഞാൻ നിന്റെ ശത്രുക്കളുടെ മേൽ പകരം വീട്ടും. ഈ രണ്ട് കാര്യത്തിന്റെയും ഡെപ്ത് നമ്മൾ മനസ്സിലാക്കണം. ഇസ്രായേലിന് നേരെ ദൈവം ഒരു ശത്രുവിനെ പോലെ എന്ന് തോന്നും, പക്ഷെ അല്ല. ഇസ്രായേലിന്റെ ദൈവം അപ്പൻ മകനെ തല്ലുന്ന പോലെ, പക്ഷെ
പലതവണ തല്ലിയിട്ട് ശരിയാകാത്ത മകനെ അല്പം വേദനയോട്ട് കഠിനമായി അടിക്കുന്നത് പോലെയാണ് യഹോവ അടിക്കുന്നത്. പക്ഷേ ഇസ്രായേലിന്റെ ശത്രുക്കളെ ദൈവം അടിക്കുന്നത് തീർത്തും ഒരു ശത്രുവിനെ പോലെയാണ്. ഈ റൂട്ട് മനസ്സിലാക്കണം. ദൈവം ഇസ്രായേലിനെ അടിക്കുന്നത് ഒരു അപ്പൻ തന്റെ വഴിപിഴച്ചു പോകുന്ന മോനെ പലതവണ ശാസിച്ചിട്ടും ശരിയാകാഞ്ഞിട്ട് കഠിനമായി തല്ലുന്നത് പോലെയാണ്. അതിലേക്ക് വരേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതിന്റെ പലതരത്തിലുള്ള ഡിഫറെന്റ് ആംഗിളിൽ ഈ മീനിങ്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇസ്രായേലിന് നേരെ ശത്രുവായി വരുന്നവരെ എന്ന് പറഞ്ഞാൽ ബാബിലോണും അശൂരിന്റെ സൈന്യവും എല്ലാ ജാതീയ സൈന്യങ്ങളും ഇസ്രായേലിന് നേരെ വരുമ്പോൾ അവരെ ദൈവം തല്ലുന്നത് അപ്പൻ മകനെ തല്ലുന്നത് പോലെയല്ല. അപ്പന്റെ കണ്ണിന് മുമ്പിൽ തന്റെ കുഞ്ഞിനെ തൊട്ട ഒരു ക്രൂര മൃഗത്തോട് ദൈവം, പിതാവായ ദൈവം എങ്ങനെയാണോ ചോദ്യം ചെയ്യുന്നത് അതുപോലെ ആയിരിക്കും. എന്തായിരിക്കും? നമ്മുടെ കുഞ്ഞിനെ ജയംബ്രതന്റെ മിയമോള്, അഭിസംബ്രതന്റെ ദൈവം കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾ, സതീശന്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞത്, എൻ്റെ കുഞ്ഞുങ്ങൾ, നമ്മുടെ കുഞ്ഞിനെ ഏതെങ്കിലും ഒരു മൃഗമോ വല്ലതും പിടിക്കാൻ വന്നാൽ എന്തായിരിക്കും നമ്മുടെ നിലപാട്? മൃഗത്തെ കൊല്ലരുന്നുള്ള നിയമം പോലും നമ്മൾ മറന്നു കളയും അല്ലേ? ദൈവം ഇസ്രായേലിനെ അടിക്കുമ്പോൾ ഒരു ലോയുണ്ട്, ഒരു സ്നേഹത്തിന്റെ ലോയുണ്ട്. ദൈവം ഇസ്രായേലിന്റെ ശത്രുക്കളെ അടിക്കുമ്പോൾ, ഞാൻ തീർത്തു പറയാം, ലോ ഇല്ലാതൊന്നും ദൈവം അടിക്കത്തില്ല. പക്ഷേ ആ ലോ പ്രതികാരം, ന്യായവിധി, ശിക്ഷാവിധി കഴിക്കുന്ന ലോയെ. അതുകൊണ്ടാണ് പറയുന്നത്, ഈ മഹാകഷ്ടത്തിന്റെ കാലഘട്ടത്തിൽ അതിൽ നിന്ന് ആർ വഴുതി പോകും. പക്ഷെ യാക്കോബിന് അത് വളരെ കഠിനമാണെങ്കിലും യാക്കോബിനെ കുറിച്ച് പറയും, എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. ഇതാണ് ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അവന്റെ യുദ്ധങ്ങൾക്ക് അവസാനം. ഇനി എഹെസ്കേൽ 47:6 മുതൽ 10 വരെ ഉള്ള വാക്യങ്ങളിലും ഇത് തന്നെയാണ് പറയുന്നത്. ഇനിയും അവസാനം എന്ന വേർഡിന്റെ ഒരു അടുത്ത മീനിങ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ അവസാനം എന്ന ഒറ്റ വാക്കിന് എന്തോ തീർന്നെന്നുള്ളൊരു ട്യൂൺ മാത്രമേ നമുക്കുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇസ്രായേലിന്റെ മ്ലേച്ഛതകളുടെ അവസാനം, ഇസ്രായേലിന്റെ ശത്രുക്കൾ കൊണ്ടുവരുന്ന യുദ്ധങ്ങളുടെ അവസാനം. ഇനി ദാനിയേൽ പ്രവാചകനോട് ഈ അവസാനത്തെ കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്, അതിന്റെ മീനിങ് ഒന്ന് നോക്കാം. ദാനിയേൽ 12:6 മുതൽ 9 വരെ. എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന് മീതെ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരും എന്ന് ചോദിച്ചു. ശണവസ്ത്രം ധരിച്ച് നദിയുടെ വെള്ളത്തിന് മീതെ നിൽക്കുന്ന പുരുഷൻ വലങ്കയും ഇടങ്കയും സ്വർഗത്തിലേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി അടുത്ത ഭാഗം നോക്കണം. കാലവും കാലങ്ങളും കാലാർദ്ധവും ചെല്ലും. അവൻ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെ നിവൃത്തിയാകുമെന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പൊ ഈ കാലം, കാലങ്ങൾ, കാലാർത്ഥം എന്നുള്ളതിനെ മഹോപദ്രവ കാലത്തിന്റെ ആദ്യ പകുതി, അതായത് 3.5 വർഷത്തിന്റെ സമയത്തെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി 8ാമത്തെ വാക്യം കേട്ടോ. ഞാൻ കേട്ടു എങ്കിലും ഗ്രഹിച്ചില്ല, ആകയാൽ ഞാൻ യജമാനൻ ഈ കാര്യങ്ങളുടെ അവസാനം എന്തായിരിക്കും എന്ന് ചോദിച്ചു. അതിന് ഉത്തരം പറഞ്ഞു, ദാനിയേലെ പോയിക്കൊള്ളുക, ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും വെച്ചിരിക്കുന്നു. അപ്പൊ ഈ വരാനിരിക്കുന്ന ദാനിയേൽ പ്രവാചകനിലൂടെ പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ, തെക്കേ ദേശവും വടക്കേ ദേശവും തമ്മിലുള്ള യുദ്ധം, ദാനിയേലിന്റെ ജനത്തിന്റെ വീണ്ടെടുപ്പ്, അതിക്രമങ്ങളെ മുദ്രയിടുന്നത്, ഇങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ എല്ലാം ദർശനത്തിൽ കണ്ട 70 ആഴ്ചവട്ടത്തിന്റെ മാർമിക സത്യങ്ങളെ ദർശനത്തിൽ കണ്ട ദാനിയേലിനോട് ദൈവം പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്തോ ദാനിയേലേ, ഇത് മുദ്രയിട്ടേക്കാം, വായിക്കാം. പക്ഷെ യോഹന്നാൻ ഇതേ ദർശനങ്ങളെ കണ്ടു കഴിഞ്ഞപ്പോൾ യോഹന്നാനോട് ദൈവം പറഞ്ഞു, ഒരു കാര്യം ഒഴികെ ബാക്കിയെല്ലാം ഇനി മുദ്ര ഇടണ്ട, തുറന്നു വെച്ചേക്കാൻ പറഞ്ഞു. അപ്പൊ പരിശുദ്ധാത്മാവുള്ളൊരു ജനം വന്നു. ഈ പുസ്തകം വെറുതെ വായിച്ചാൽ മനസ്സിലാകത്തില്ലാത്തത് കൊണ്ട് പരിശുദ്ധാത്മാവുള്ളവൻ വായിച്ച് ഗ്രഹിച്ച് ഇത് ലോകത്തോട് അറിയിക്കേണ്ടതാണെന്ന് വ്യക്തമാക്കി. അതിനകത്ത് ദൈവസഭയുടെ കാലശേഷം സംഭവിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് യോഹന്നാൻ ഈ കാര്യങ്ങളെ ഡിഫൈൻ ചെയ്ത്, എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതിയിരിക്കുന്നതാണ്. അതിന്റെ സംഭവങ്ങളെ
ഒരു 28 മൈൽ സ്റ്റോൺ ഉള്ള സംഭവ വികാസങ്ങളായിട്ടും അതിൽ കുറച്ച് സമാന്തര കാലങ്ങളുണ്ട്. എന്നാൽ കൊടുത്തിരിക്കുന്നത് 28, അതിനകത്ത് 21 മൈൽ സ്റ്റോൺസിന്റെ പോയിന്റുകളെ വിശദീകരിച്ചു. 7 മൈൽ സ്റ്റോൺസിന്റെ കാര്യങ്ങൾ, അതായത് 7 ഇടിനാഥത്തിന്റെ ശബ്ദങ്ങളെ വിശദീകരിക്കാതെയും യോഹന്നാൻ ഈ കാര്യങ്ങൾ പറഞ്ഞുപോയി. ഇതിന്റെ എൻഡാണ് ദാനിയേലിനോട് പറഞ്ഞത്. ഇതിന്റെ എൻഡ് എന്താ ദാനിയേലിനോട് പറഞ്ഞത് അത് മനസ്സിലാക്കണം. ദൈവസഭയുടെ എടുക്കപ്പെടൽ, മഹോപദ്രവ കാലത്തിന്റെ മധ്യേ വെച്ച് 2 സാക്ഷികൾ എടുക്കപ്പെടൽ, അതോടൊപ്പം തന്നെ 144,000 പേരുടെ എടുക്കപ്പെടൽ. മഹോദരത്തിന്റെ അന്ത്യത്തിങ്കൽ ദൈവസഭയും സ്വർഗീയ ദൂതന്മാരുമായി ക്രിസ്തുവിന്റെ വരവ്, ആ വരവിങ്കൽ കർത്താവ് ചെയ്യുന്നൊരു കാര്യം, അവിടെ ഒരു പുനരുത്ഥാനമുണ്ട്. ആ പുനരുത്ഥാനം ദേശത്തിന്റെ 4 വശത്തുമുള്ള ഇസ്രായേൽ ജനത്തെ കൂട്ടിച്ചേർക്കുന്നതും, ഇസ്രായേൽ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ വാഗ്ദത്ത മണ്ണിന്റെ ഭൗതിക അല്ലെങ്കിൽ അതിന്റെ ഒരു ഭൗതിക തലങ്ങളിലൂടെയുള്ള വാഗ്ദത്ത നിവർത്തീകരണം കൂടെ സംഭവിക്കുന്ന കാലഘട്ടത്തെ കുറിച്ച് കൂടിയാണ്. ചുരുക്കി പറഞ്ഞാൽ ദാനിയേലിനോട് പറഞ്ഞില്ലേ നീ പോയി വിശ്രമിച്ചു കൊള്ളുക, ഇത് അതിന്റെ അന്ത്യകാലത്തേക്കുള്ളതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അന്ത്യകാലം ദൈവസഭയുടെ ആരംഭം മുതലുണ്ട്. പക്ഷെ അന്ത്യകാലത്തിന്റെ അന്ത്യനിമിഷങ്ങളിലാണ് യഹൂദനോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആ കാലത്തെ കുറിച്ചാണ് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ കൃപായുഗം അവസാനിച്ച് മഹോപദ്രവകാലം ആരംഭിച്ച് അതിന്റെ ആ റണ്ണിങ് ടൈമിന്റെ ഒടുക്കം, ഇതിനെ കുറിച്ചാണ് ദാനിയേലിനോട് ദൈവം പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക്, അതായത് ചൊവ്വേ നേരെ ഇത് ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കിയിട്ടുള്ളവരോട് പറയാം, ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മഹോപദ്രവകാലത്തിന്റെ അവസാനം. അപ്പൊ ഈ അവസാനം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ ഡീപ്പ് മീനിങ് ഉണ്ട്. നിന്റെ കാലത്ത്, ഇപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിന്റെ കാലത്തിന്റെ അവസാനം എന്നാണ്. ഇനി ഇതേ കാര്യം തന്നെയാണ് അടുത്ത മീനിങ്ങിൽ പറഞ്ഞിരിക്കുന്നത്. മത്തായി സുവിശേഷം 24:3 യേശുക്രിസ്തു പറഞ്ഞൊരു കാര്യമുണ്ട്. അവർ കർത്താവിനോട് ചോദിക്കുകയാണ്, നിന്റെ വരവിനും ലോകാവസാനത്തിനും അടയാളം എന്ത്? അതിന് ആ ലോകാവസാനം എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഗ്രീക്ക് വേർഡ് അഹിയോൺ. അഹിയോൺ, ആ അഹിയോൺ എന്നുള്ളതിന്റെ ട്രാൻസ്ലേഷൻ സൈക്കിൾ ഓഫ് ടൈം ആണ്. സൈക്കിൾ ഓഫ് ടൈം. അപ്പൊ ഇതൊരു ഇറ അല്ലെങ്കിൽ ഒരു കാലം, ഇതാണ് ഇതിനർത്ഥം. അവിടെ യേശു പറയുന്ന വസ്തുത, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും, എന്റെ നാമനിമിത്തം സകല ജാതികൾ നിങ്ങളെ പായിക്കും, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, കള്ളപ്രവാചകന്മാർ പലരും വന്ന് അനേകരെ തെറ്റിക്കും, അധർമ്മം വരുന്നതുകൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും, എന്നാൽ അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നതും രക്ഷിക്കപ്പെടും. അടുത്ത വേർഡ് ശ്രദ്ധിക്കണം, രാജ്യത്തിന്റെ ഈ സുവിശേഷം സകല ജാതികൾക്ക് സാക്ഷ്യമായി ഭൂലോകത്തിലൊക്കെയും പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. ശിഷ്യന്മാർ ചോദിച്ചായിരുന്നു, നിന്റെ വരവിനും ലോകാവസാനത്തിന് എന്താണ് അടയാളം? യേശുവോട് പറയാണ്, കള്ളപ്രവാചകൻ പലരെ തെറ്റിക്കും, സകല ജാതികളിൽ നിന്ന് അന്യോന്യം യുദ്ധം ചെയ്യും, പിന്നെ പലരും അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും, ഇടറിപ്പോകും. ഒടുക്കം പറയാണ്, രാജ്യത്തിന്റെ ഈ സുവിശേഷം ഭൂലോകത്തിലൊക്കെയും സാക്ഷ്യമായി പ്രസംഗിക്കപ്പെടും, അപ്പോൾ അവസാനം വരും. അപ്പൊ ഇത് തെറ്റിദ്ധരിച്ച് നമ്മുടെ പല ആളുകൾ, ഞാൻ ഈ അമേരിക്ക വന്നിട്ട് ഒരിടത്ത് മീറ്റിങ്ങിന് പോയപ്പോൾ അവിടെ ഒരാള് ഈ വാക്യം വെച്ചുകൊണ്ടൊരു വലിയ മിഷൻ പ്രവർത്തനം തന്നെ ഉണ്ടാക്കി. അവർ പറയുന്നത് ഭൂലോകത്തിലൊക്കെ ഈ സുവിശേഷം പ്രസംഗിക്കും, അപ്പോളേ കർത്താവ് വരത്തുള്ളൂ എന്നും പറഞ്ഞാണ് അവർ ഈ മിഷൻ നടത്തിയിരിക്കുന്നത്. പക്ഷേ ഈ വാക്യത്തിന്റെ അർത്ഥം നമ്മൾ ഭൂമിയിലുള്ള എല്ലാവരും സുവിശേഷം പറഞ്ഞിട്ടേ കർത്താവ് വരുന്നതല്ല. ഇവിടെ പറഞ്ഞിരിക്കുന്ന സുവിശേഷം ഏതാണെന്ന് അറിയണമെങ്കിൽ വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6 മുതൽ 12 വരെ വായിക്കണം. ഇത് സുവിശേഷം എന്ന് കേൾക്കുമ്പോഴാണ് നമുക്ക് ഈ സ്നേഹത്തിന്റെ സുവിശേഷമാണ് നമ്മുടെ ഉള്ളത്, എല്ലാം അതാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. എന്നാൽ വെളിപ്പാട് 14-ലെ 6 മുതൽ 12 വരെയുള്ള വാക്യം ഒന്ന് ഞാൻ ഓടിച്ചു വായിക്കാം, കേൾക്കുക. വേറൊരു ദൂതൻ ആകാശമധ്യേ പറക്കുന്നത് ഞാൻ കണ്ടു. ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവുമായവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. അപ്പൊ ഇത് ആരോട് പറയാനുള്ളതാ? ശ്രദ്ധിച്ചു കേട്ടോണം. ഭൂവാസികളായ സകല ജാതി, ഗോത്രം, ഭാഷ, വംശം, ഇത് ഇസ്രായേലിലാണ്. അല്ല, അങ്ങനെയല്ലോ പറഞ്ഞ ഭൂവാസികളായ സകല ജാതി എന്നല്ലേ? അത് പറഞ്ഞുതരാം. സകല ജാതികളെടുത്ത് കിടക്കുന്നത് നേഷൻസ് എന്നാണ്. വെളിപ്പാട് പുസ്തകത്തിൽ സകല ജാതി, ഗോത്രം, ഭാഷ, വംശം ഈ 4 വാക്കും കൂടെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഇസ്രായേൽ മക്കളാണ്. എന്നാൽ അതിനകത്ത് ഗോത്രം വരാതെ ഉള്ളത് സകല ജാതികളെ കുറിച്ചുള്ളത് 3 സ്ഥലത്ത് അങ്ങനെ ഉണ്ട്. അല്ലാത്തടത്തെല്ലാം സകല ജാതി, സകല ഗോത്രം, സകല ഭാഷ, സകല വംശം. അതിനകത്ത് ഈ സകല ഗോത്രം മിങ്കിൾഡ് ആണോ അതിന്റെ അർത്ഥം ഇത് ഇസ്രായേൽ മക്കളോടുള്ളതാണ്.
കോണ്ടെക്സ്റ്റ് അനുസരിച്ച് പഠിക്കുമ്പോൾ മാത്രമേ ഇത് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഈ സകല ജാതി എന്ന് പറയുമ്പോൾ സകലരുമാണല്ലോ എന്ന് പറയും. ഇനി എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? സകല ഭാഷ വരാൻ കാരണം ഹീബ്രുവിന്റെ ഒരു വാക്കറിയാതെ ഇസ്രായേലിൽ നിന്നുണ്ട്. കാട്ടറബി മാത്രം പറയുന്ന ഇസ്രായേലിനുണ്ടായിരിക്കും. ഇംഗ്ലീഷ് മാത്രം അറിയുന്ന ഇസ്രായേലിനുണ്ട്. പല ഗോത്രത്തിൽ കിടക്കും. ഇവര് വിവിധ രാജ്യങ്ങളിൽ പോയിട്ട് അവരുടെ സ്കിൻ ടോൺ പോലും മാറിപ്പോയി. നമുക്ക് പറയാൻ പറ്റുന്നൊന്നുമില്ല. ചെറിയ എബിസംബർ നല്ല ഏതെങ്കിലും ഗ്രീക്ക് ഗോത്രത്തിൽപ്പെട്ടവനാണോന്നും പറയാനൊന്നും പറ്റത്തില്ല. നമ്മുടെ ധാരണയല്ലേ ഇവിടെ ഇരിക്കുന്നത്. കണ്ണാടിയും പറ്റി ഇവിടെ ഇരിക്കുക. അറിയത്തില്ല വല്ല രൂപൻ ഗോത്രത്തിലുള്ളതാണോ, ശിമയോൻ ഗോത്രത്തിലുള്ളതാണോ, ഈ ജയം ബ്രദർ വല്ല ലേവി ഗോത്രത്തിലുള്ളതാണോ, എന്റെ സ്വഭാവം വെച്ച് ഞാൻ വല്ല യഹൂദ ഗോത്രത്തിലുള്ളതാണോ ഒന്നും അറിയാൻ പറ്റത്തില്ല. ഇനി അതല്ല ബെന്യാമീൻ ഗോത്രത്തിലുള്ളതെന്നും ആവാം. ഞാൻ കടിച്ചു കീറുന്ന ചെന്നായി എന്നാണല്ലോ ബെന്യാമീനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. നമുക്ക് പറയാൻ പറ്റത്തില്ല. പല സ്ഥലങ്ങളിൽ പോയി ഇതിന്റെ ജീൻ ഘടന നമുക്ക് ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ ഇത് ആ ഗോത്ര പിതാവിൽ നിന്നുള്ളവരുടെ ജനറ്റിക്കാണ് വിഷയം ഇവിടെ. പിന്നെ ജീവിതം രണ്ടാമത്തേന്ന് പറയാൻ പറ്റത്തില്ല. ക്വാളിറ്റി അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പിന്റെ ക്വാളിറ്റി ജീവൻ തന്നെയാണ്. പക്ഷെ ഞാൻ ഈ ജനറ്റിക് റൂട്ടാ പറഞ്ഞത്. ഇങ്ങനെ അറബികളിൽ നല്ല കാട്ടറബികളായി കഴിയുന്ന യഹൂദന്മാരുണ്ട്. അങ്ങനെയുള്ളവരെല്ലാം ദൈവത്തിന്റെ ഈ സന്ദേശം ഗ്രഹിക്കും. എന്താ സന്ദേശം? ഇവിടെ പറഞ്ഞിരിക്കുന്ന സന്ദേശം അത് ആ കാലഘട്ടത്തിലാണ് സന്ദേശത്തിന്റെ പ്രസക്തി. അപ്പൊ ഭൂവാസികളായ സകല ജാതിയും ഗോത്രവും ഭാഷയും വംശവും അവരോട് അറിയിപ്പാൻ അവന്റെ പക്കൽ ഒരു സത്യസുവിശേഷം, നിത്യസുവിശേഷം ഉണ്ടായിരുന്നു. ദൈവത്തെ ആ സുവിശേഷം പറയുക, ദൈവത്തെ ഭയപ്പെട്ട് അവന് മഹത്വം കൊടുപ്പിൻ. അവന്റെ ന്യായവിധിയുടെ നാഴിക വന്നിരിക്കുന്നു. ആകാശവും ഭൂമിയും സമുദ്രവും നീരുറവുകളും ഉണ്ടാക്കിയവൻ നമസ്കരിപ്പിൻ എന്ന് അവൻ അത്യുച്ചത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാണ് സുവിശേഷം. അപ്പൊ രണ്ടാമത്തെ ദൂതന്റെ സൂചന കേട്ടോണം. രണ്ടാമത് വേറൊരു ദൂതൻ പിൻചെന്നു വീണുപോയി. തന്റെ ദുർനടപ്പിന്റെ ക്രോധമധ്യം സകല ജാതികളെയും കുടിപ്പിച്ച മഹദിയ ബാബിലോൺ വീണുപോയി എന്ന് പറഞ്ഞു. മൂന്നാമത് വേറൊരു ദൂതൻ അവിടെ പിന്നാലെ വന്ന് അത്യുച്ചത്തിൽ പറഞ്ഞത്, മൃഗത്തെയും അതിന്റെ പ്രതിമയെ നമസ്കരിച്ച് നെറ്റിയിലോ കൈമേലോ മുദ്രയേൽക്കുന്നവൻ ദൈവകോപത്തിന്റെ പാത്രത്തിൽ കലർപ്പില്ലാതെ പകർന്നിരിക്കുന്ന ദൈവക്രോധ മദ്യം കുടിക്കേണ്ടി വരും. ഇനി അത് കുറച്ചുകൂടെ താഴോട്ടുണ്ട്. ദണ്ഡനത്തിന്റെ പുക പൊങ്ങുന്നത് എല്ലാം ഉണ്ട്. ബാബിലോണിന്റെ നാശം. മഹോപദ്രവ കാലത്തിൽ ഈ എതിർ ക്രിസ്തുവിന്റെ സൈന്യത്തെ പേടിച്ച് 4 വഴിക്ക് ചിതറിപ്പോയ ആളുകളോട്, എന്നിട്ടും ഇവന്റെ മുദ്ര സ്വീകരിക്കാതിരുന്ന് രഹസ്യത്തിലൊക്കെ പോയി പലരും മരിച്ചുപോയി രക്തസാക്ഷികളായി ശേഷിക്കുന്ന ജനത്തോട് സ്വർഗദൂതന്മാർ വന്നിട്ട് പ്രഘോഷിക്കുകയാണ് ഒരു സന്ദേശം. നിങ്ങളുടെ ശത്രുവിനെ ദൈവം ന്യായം വിധിക്കുന്നു. ഈ പ്രഘോഷണം ഉണ്ടാകുമ്പോൾ അവസാനം വരും. അപ്പൊ ചിലരെടുക്കും നിത്യസുവിശേഷം എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അത് പറഞ്ഞുതരാം നിത്യം എന്താണെന്നുള്ളത്. ബൈബിളിൽ നിത്യ എന്ന പ്രയോഗം പലയിടത്തും നിത്യവുമായി ബന്ധമില്ലാതെ ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല നിത്യത ഇല്ലാത്തത് ഉപയോഗിച്ചിട്ടുണ്ട്. കഴിഞ്ഞകാല നിത്യതയും വരുംകാല നിത്യത ഉള്ളത് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ നിത്യ എന്ന പ്രയോഗം ആലങ്കാരികമായി പറഞ്ഞുകൊണ്ട് ഞാൻ ഉദാഹരണം പറയാം. യെശയ്യാവ് 9:16 നിത്യപിതാവ്, ഇത് കഴിഞ്ഞകാല നിത്യതയും വരുംകാല നിത്യതയും ഉള്ളതാണ്. യെശയ്യാവ് 54:8 നിത്യനീതി, ഇത് കഴിഞ്ഞകാല നിത്യതയും വരുംകാല നിത്യതയും ഉള്ള സ്വഭാവമാണ്, കാര്യമാണ്. യെശയ്യാവ് 40:28 നിത്യ ദൈവം എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞകാല നിത്യതയും വരുംകാല നിത്യതയും ഉള്ളതാണ് ദൈവം. ഇനി നിത്യ സ്നേഹം യിരെമ്യാവ് 31:3 പറയുന്നുണ്ട്. അത് കഴിഞ്ഞകാല നിത്യതയും വരുംകാല നിത്യതയും ഉള്ളതാണ് നിത്യസ്നേഹം. എന്നാൽ കേട്ടോണം, പുറപ്പാട് പുസ്തകം 29:9 പറയുന്നുണ്ട് നിത്യാവകാശം. ഇത് ലേവി ഗോത്രത്തിന് വേണ്ടി പറഞ്ഞിരിക്കുന്നത്. ഇത് കഴിഞ്ഞകാല നിത്യതയുമായി ബന്ധമുള്ളതല്ല, വരുംകാല നിത്യതയുമായും ബന്ധമുള്ളതല്ല. ഈ ഡെയിലി ഉള്ള റൂട്ടിന് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അത് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്ന നിത്യാവകാശം വരുംകാല നിത്യതയോട് ബന്ധമുള്ള. പിന്നെ യെശയ്യാവ് 45:17 പറയുന്നത് നിത്യരക്ഷ കഴിഞ്ഞ കാലത്തിൽ ഇല്ലായിരുന്നു, വരുംകാലത്തിലുള്ളതാണ്. ജെറമ്യ 49:13 നിത്യശൂന്യം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ട്. ചില സ്ഥലങ്ങളെ കുറിച്ച് പറഞ്ഞിരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞകാല നിത്യതയുമായി ബന്ധമില്ലാത്തതാണ്, എന്നാൽ വരുംകാല നിത്യതയിലുള്ളതാണ്. ഇനി നിത്യ നിയമം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് കഴിഞ്ഞകാല നിത്യതയോട് ബന്ധമുള്ളതല്ല, വരുംകാല നിത്യതയോട് ബന്ധമുള്ളതാണ്. നിത്യ ആനന്ദം എന്ന് യെശയ്യാ പ്രവചനം 35:10 61:7 കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞകാല നിത്യതയുമായി ബന്ധമുള്ളതല്ല, വരുംകാല നിത്യതയുമായി ബന്ധമുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആദ്യം ഞാൻ പറഞ്ഞത് കഴിഞ്ഞകാല നിത്യതയിലും വരുംകാല നിത്യതയിലും ഉള്ളത്. ഇപ്പൊ രണ്ടാമത്തെ സെഷൻ ഞാൻ പറഞ്ഞു നിത്യാവകാശം, നിത്യരക്ഷ, നിത്യശൂന്യം, നിത്യസ്തുതി, നിത്യനിയമം, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വരുംകാല നിത്യതയിലുണ്ട്, പക്ഷെ കഴിഞ്ഞകാല നിത്യതയിൽ ഇല്ല. ഇനി ഞാൻ രണ്ടിലും ഇല്ലാത്ത ചില നിത്യപ്രയോഗങ്ങളെ ബൈബിൾ കാണിച്ചു തരാം.
ഒന്ന് രാജാക്കന്മാർ 4:22 നിത്യ ചിലവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ ആ, പുരോഹിതന്മാരുടെ ചെലവിന് ഇവർ വക കണ്ടെത്തണം എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തെ കുറിച്ചാണ് നിത്യ ചെലവ്. ഇതിനർത്ഥം എന്താണെന്ന് അറിയാവോ? ഡെയിലി ഉള്ള ചെലവെന്നാണ് ഉദ്ദേശം, അല്ലാതെ കഴിഞ്ഞ കാല നിത്യതയുമോ വരും കാല നിത്യതയുമായി ബന്ധമില്ല. നിത്യ പരിഹാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതും ഇതുപോലെ തന്നെയാണ്. കഴിഞ്ഞ കാല നിത്യതയുമോ വരും കാല നിത്യതയുമായി ബന്ധം ഇല്ല. വിലാപങ്ങൾ 1:3 പറയുന്നുണ്ട് നിത്യ രോഹിണി എന്ന്. അതും ഇതുപോലെ തന്നെയാണ്. ഇനി 1 രാജാക്കന്മാർ 25:30 പറയുന്നുണ്ട് നിത്യവൃത്തി. നിത്യവൃത്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? നമ്മുടെ ദിനംതോറുമുള്ള ആവശ്യം. ഇതൊന്നും പഴയ നിയമത്തിലെയോ കഴിഞ്ഞ കാല നിത്യതയുമായിട്ടോ വരും കാല നിത്യതയുമായിട്ടോ ബന്ധമുള്ളതല്ല. ഇനി ഒന്നുകൂടെ പറയാം. ലേവ്യ പുരോഹിതന്മാർക്ക് പ്രമാണം കൊടുത്തിരിക്കുന്നു, നിങ്ങൾ വിളക്കുകൾ കത്തിക്കുമ്പോൾ അത് നിത്യദീപങ്ങളായി കത്തണം. അതിന്റെ അർത്ഥം എന്താ? ഡെയിലി കത്തിച്ചോണം. അത് കഴിഞ്ഞ കാല നിത്യതയുടെ ബന്ധമുള്ളതോ അല്ല, വരും കാല നിത്യതയുമായി ബന്ധമുള്ളതല്ല. അപ്പൊ ഈ നിത്യ എന്ന പ്രയോഗം കോണ്ടെക്സ്റ്റ് അനുസരിച്ച് വേണം മനസ്സിലാക്കാൻ. ഇവിടെ പറഞ്ഞിരിക്കുന്ന ഗോസ്പലിന് നിത്യ സുവിശേഷം എന്ന് പറയാൻ കാരണം എന്താണ്? അതിന്റെ റിസൾട്ട് ഒരു ഇറ്റേണൽ റിസൾട്ട് വരുന്ന സംഭവമാണ്. അതായത് ഇസ്രായേലിന്റെ ശത്രുവിനെ ദൈവം ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. ഏത്? മഹോപദ്രവകാലത്തിന്റെ ഒടുക്കം വെച്ച് ദൈവം ഇസ്രായേലിന്റെ ശത്രുവിനെ അവസാനിക്കുന്നത് എന്നേക്കുമാണ്. ഇനി മേലാൽ അവർക്കൊരു ശത്രുവില്ല. ഇതാണ് ആ ഇറ്റേണൽ ക്യാരക്ടർ എന്ന് പറയുന്നത്. സോ ആ ഗോസ്പൽ എന്ന് പ്രഘോഷിക്കപ്പെടുമോ അന്ന് അവസാനം വരും. അപ്പം ഞാൻ അഹ്യോൻ എന്ന വിഷയത്തിന്റെ ടോപ്പിക്കാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതിനോട് ബന്ധപ്പെട്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ദിവസത്തിൽ നമ്മൾ ആ എൻഡ് എന്ന് പറയുന്ന വിഷയം, ഇനി അതിനകത്ത് തന്നെ ഒരു ടോപ്പിക്കൂടെ ബാക്കിയുണ്ട്, നമുക്ക് അടുത്ത ദിവസത്തെ ക്ലാസ്സിനകത്ത് എടുക്കാം. അവസാനം വരും എന്ന് നമ്മൾ എവിടെയെങ്കിലും വായിക്കുമ്പോൾ ഇനി ഇതങ്ങ് ഓടിച്ചു പോകരുത്. അവസാനം എന്നുള്ളത് അവരുടെ മ്ലേച്ഛതകളുടെ അവസാനം, അവരുടെ ശത്രുക്കളുടെ അവസാനം, അവരുടെ കാലങ്ങളുടെ അവസാനം, അവരുടെ അന്ത്യകാലത്തിന്റെ അവസാനം, അവരുടെ മഹോപദ്രവത്തിന്റെ അവസാനം, അങ്ങനെ നിരവധി അർത്ഥങ്ങൾ, അവനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുടെ നിവർത്തികളുടെ അവസാനം, അവരുടെ യുദ്ധങ്ങളുടെ അവസാനം, അതേപോലെ തന്നെ അവരുടെ അലച്ചിലുകളുടെ അവസാനം, അവരുടെ ടെക്നോളജികളുടെ അവസാനം, ഇതെല്ലാം ഇതിനകത്ത് ഒരുപാട് മീനിങ്. നിന്റെ അവസാനം വരുന്നു എന്ന് പറഞ്ഞ വാക്കിനകത്തുണ്ട്. ആ വാക്ക് ഞാൻ ഒന്നുകൂടെ വായിച്ച് നിർത്താം. യെഹെസ്കേൽ പ്രവചനം 7:2-3-6. മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം. ദേശത്തിന്റെ 4 ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ഇപ്പോൾ അവസാനം വന്നിരിക്കുന്നു. ഞാൻ എന്റെ കോപം നിന്റെ മേലയച്ച് നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. 6-ാം വാക്യം, അവസാനം വന്നിരിക്കുന്നു, അവസാനം വന്നിരിക്കുന്നു. അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു. The end is coming. സോ ബൈബിളിൽ ഇസ്രായേലിനോട് ബന്ധപ്പെട്ട് അവസാനം അവസാനം എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ ബൃഹത്തായ അർത്ഥം ഗ്രഹിക്കാൻ നമുക്ക് കഴിയട്ടെ. കർത്താവ് എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട ചിന്തകൾ. നമ്മളിവിടെ ചുരുക്കം പേരാണ്, എന്നാൽ തീർച്ചയായും ഈ ക്ലാസ്സുകൾ, ഈ വീഡിയോകൾ മറ്റുള്ളവർക്ക് ഒരുപാട് പേർക്ക് അനുഗ്രഹമായി തീരും എന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഇത് റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ട് പലരും അനേകർ കേൾക്കുവാനായിട്ട് ഇടയാകും. അവസാനം എന്നുള്ള ചിന്തയെക്കുറിച്ച് നമുക്ക് കേൾക്കുവാൻ കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ ഇനി നാം ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ, ആ വാക്കുകൾ വരുമ്പോൾ അവിടെ ഒന്ന് ചിന്തിക്കുവാൻ, നിർത്തി ചിന്തിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ജയം ബ്രദർ, എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടോ? ഈ ടൈം ചേഞ്ചിന്റെ കാര്യം നമ്മുടെ ഇവിടെ 6 മാസം കൂടുമ്പോ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലമാണ്. പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ആവശ്യമാണ് ഡേ ലൈറ്റ് സേവിംഗ് എന്ന് പറയുന്നത്. കാരണം ഇനി രാത്രി പകല് കുറവായിരിക്കും, രാത്രി കൂടുതലായിരിക്കും. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം വരുന്നോണ്ടാണ് ഈ സമയം മാറുന്നത്. അതിന്റെ ബുദ്ധിമുട്ട് ഇന്നലെ നമ്മുടെ പ്രെയർ മീറ്റിംഗിൽ ഉണ്ടായി. ഞാനൊന്ന് ക്ഷമയോഗ്യമാണ്. ഞാൻ ആ ടൈമിൽ യൂസ്ഡായി വരുന്നുണ്ട്. നാട്ടിലെ ടൈം അങ്ങ് മറന്നു. അപ്പൊ ഇപ്പം നമ്മുടെ ആദ്യത്തെ മീറ്റിംഗ് ആണ്. നവംബറിൽ സമയം മാറിയ ശേഷമുള്ള. അപ്പം ഞാൻ ജോയിച്ചാനെ ഇപ്പം കണ്ടു. ജോയിച്ചാൻ എനിക്ക് തോന്നുന്നു പഴയ ടൈം വെച്ചിട്ടാണ് ഇപ്പം കയറിയെന്ന് തോന്നുന്നു. ജോയിച്ചാനത് അതോ തിരക്കിലായിരുന്നു എനിക്കറിയത്തില്ല. ജോയിച്ചാൻ കേൾക്കുന്നുണ്ടോ? നമ്മള് ഇവിടുത്തെ ടൈം 10:30 ആയപ്പോ നമ്മൾ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. ജോയിക്കല് ശരിയച്ചാനാണോ ചോദിച്ചത്? കേൾക്കുന്നുണ്ടോ? ബിസി ആയിരിക്കും. അദ്ദേഹം ജോലിയാണെങ്കിൽ ചിലപ്പോൾ ബിസി ആയിരിക്കും. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം. അങ്ങനെ ആരെങ്കിലും സമയം മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചോണമേ. നാട്ടിലെ സമയത്തിന് മാറ്റമില്ല. ഇവിടെ നിന്ന് ഇപ്പം എനിക്കൊന്നു ഞാനും
ചോദിച്ചാലേ ഉള്ളൂ ഇവിടെ എന്നുള്ളത്. യാ, ബാക്കിയുള്ളവർക്ക് നോട്ടിഫിക്കേഷൻ നമ്മൾ കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നുണ്ട്. ബാക്കി എല്ലാ നാട്ടിലെ സമയത്ത് എല്ലാം ടൈം സെയിം തന്നെയാണ് അല്ല? അങ്ങനല്ലേ പോയെന്ന് കഴിഞ്ഞ സമയത്ത് അല്ലേ ഹിന്ദി തുടങ്ങിയേ? 9 മണിക്കാണ് തുടങ്ങിയത്, 8:30-ആയിരുന്നു കഴിഞ്ഞ തവണ. നമ്മൾ അരമണിക്കൂർ. പഴയ സെയിം ടൈം തന്നെ. അരമണിക്കൂർ വ്യത്യാസം വന്നല്ലേ? ഓ സോറി സോറി സോറി, അരമണിക്കൂർ വ്യത്യാസം വന്നു. ഓക്കെ. പക്ഷെ മലയാളം കറക്റ്റ് ടൈമില്ല. നമ്മൾ 9 മണിയായപ്പോ മലയാളം തുടങ്ങി. 8:30 മുതലാണ് സാധാരണ തുടങ്ങുന്നത്. ഇന്ന് 9 മണിയായി തുടങ്ങിയപ്പോൾ. ഇന്നാണ് അപ്പൊ അരമണിക്കൂർ. അരമണിക്കൂർ നമ്മൾ കോംപ്രമൈസ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോണം എല്ലാവരും. അത്രേ ഉള്ളൂ ജനറൽ ആയിട്ട്. താങ്ക് യു. നമുക്ക് ആ, നമുക്ക് പ്രാർത്ഥിക്കാം. അല്പസമയം നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സമയത്തെ വേർതിരിക്കുകയാണ്. ഒരുപാട് സമയം ചെലവഴിക്കുന്നില്ല. നമ്മുടെ ജയ സിസ്റ്ററിന്റെ മാതാവിന് വേണ്ടി നാം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് ഈ സമയവും ഈ മാതാവിന് വേണ്ടി നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. കുമാരി സിസ്റ്റർ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഡിസംബർ അതിനകത്തൊരു അപ്ഡേറ്റ് ഞാൻ ഇന്നലെ പ്രാർത്ഥന കേട്ടത് ഡിസ്ചാർജ് ആയെന്നല്ല. എനിക്ക് ഞാൻ ജോലിയിലായതുകൊണ്ട് എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ലായിരുന്നു. ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയെന്നല്ല. ഓക്കെ. ഡിസ്ചാർജ് ആയി വീട്ടിലെത്തി വേറെ. പക്ഷെ അമ്മയ്ക്ക് അൾഷിമേഴ്സിന്റെ ഒരു ഇതുണ്ടെന്നാണ് ഡോക്ടർമാര് പറഞ്ഞത്. അപ്പം ഇടയ്ക്കിടയ്ക്ക് പുതിയ പഴയ ഡയഗ്നോസിസ് ആണോ സിസ്റ്ററെ? പുതിയ ഡയഗ്നോസിസ് ആണോ അതോ നേരത്തെ ഉണ്ടായിരുന്നോ അങ്ങനെ നേരത്തെ പുതുതായിട്ട്? ചെറിയ ഓർമ്മക്കുറവ് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഡോക്ടർമാർ അത് പറഞ്ഞത്. പിന്നെ മോഷൻ പോകാൻ, യൂറിൻ പോകാനൊക്കെ ചോദിക്കും. അപ്പോഴും പറഞ്ഞിട്ട് അത് നേരത്തെ പോയി ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് പ്രാർത്ഥിക്കണം ആവശ്യം, തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. പക്ഷെ ഒരു ആഗ്രഹമായിരുന്നല്ലോ അമ്മയെ ജീവനോടെ, ഒരു വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു, തീർച്ചയായിട്ടും ജീവനോടെ തിരിച്ചുകൊണ്ട്. കഴിഞ്ഞ ഫ്രൈഡേയില് ഓക്സിജൻ മാസ്കും അത് 2 ഇതിൽ കൊടുത്തിരിക്കുകയായിരുന്നു. അപ്പം ഇത് സാച്ചുറേഷൻ 66 ഉള്ളായിരുന്നു. പക്ഷെ അന്ന് കർത്താവ് ഒരു 10 മിനിറ്റ് കഴിയുമ്പം കർത്താവ് അനിയനോട് ഇങ്ങനെ പറഞ്ഞു മാസ്ക് എടുത്ത് മാറ്റാൻ. അന്ന് മാസ്ക് മാറ്റി. ഇതുവരെ പിന്നെ മാസ്ക് പിന്നെ വെച്ചിട്ടില്ല. മൂക്കിലെ ട്യൂബ് മാറ്റി, യൂറിൻ ട്യൂബ് മാറ്റി. അതെല്ലാം കർത്താവിന്റെ ഒരു ഇടപെടലായിരുന്നു. ഇപ്പൊ അതെല്ലാം ഓർലി ഫുഡൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് ഇപ്പൊ. പക്ഷെ നടക്കാനൊക്കെ ഒരു ബലക്കുറവുണ്ട്. പിടിച്ചാ നടക്കുന്നത്. സ്തോത്രം. തീർച്ചയായിട്ടും നമ്മൾ പ്രാർത്ഥിക്കാം. ഞാൻ അതിന് ഒരു കാര്യം കൂടെ, അതേസമയം ഒരു കാര്യം കൂടെ നാടി വിടട്ടെ. കഴിഞ്ഞ ആഴ്ച ഇന്നലെ മിനിഞ്ഞാന്ന് എന്നെ ഒരാള്, നമ്മുടെ ഞാൻ പറയുന്ന ആളിനെ പ്രിൻസ് പാസ്റ്റർക്ക് അറിയാം. അതെ, സാലമ്മ എന്നൊരു ആന്റിയാണ്. പുള്ളിക്കാരി എന്നെ കഴിഞ്ഞ ദിവസം അറിയാതെ മിസ് കോൾ അടിച്ച് വിളിച്ചാണ്. ആ ആന്റിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്ത് ഭയങ്കര ആക്സിഡന്റ് ഉണ്ടായി. പുള്ളിക്കാരി രാത്രി ജോലി ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. ഞാനിതൊന്നും ഹൈലൈറ്റ് ചെയ്യാനോ പ്രൊമോട്ട് ചെയ്യാനോ നമ്മൾ ആരുടെ മഹത്വത്തിന് വേണ്ടി പറയുന്നില്ല. നമ്മളെല്ലാം തന്നെ താഴ്ത്തി ദൈവനാമ മഹത്വം അതേ പറയാം. കാരണം ഇതെല്ലാം ഇപ്പൊ ഇങ്ങനെ ആയിപ്പോയി. നമ്മളൊരു സൗഖ്യത്തെക്കുറിച്ച് പറയുമ്പോഴും, ഒരു വിടുതലിനെ കുറിച്ച് പറയുമ്പോഴും, അത് എനിക്ക് വ്യക്തിപരമായിട്ട് ആസ് എ പാസ്റ്റർ, ഞാൻ പാസ്റ്റർ അല്ലാത്തതുകൊണ്ട് എനിക്ക് അക്കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ട്. അല്ലെ, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കൊരു ഇച്ചിരി പേര് കിട്ടാനും അതിനെ തുടർന്ന് എന്റെ ശുശ്രൂഷ വർദ്ധിക്കാനും, അല്ലെ എന്റെ സഭയിലേക്ക് 10 പേര് വരാൻ അത് ഇടയാവുന്നുള്ള രീതിയിലൊന്നും ഇവിടെ പറയുന്നത്. ദൈവനാമം മഹത്വപ്പെടുക എന്ന് മാത്രം ഉദ്ദേശിച്ചോടെ ആ വ്യക്തിക്ക് കിട്ടിയ വിടുതലിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്. ആ വലിയൊരു അവര് മരിച്ചു പോകേണ്ടിയായിരുന്നു. എല്ലാരും അറിയിക്കാൻ പറഞ്ഞു. 56 വയസ്സേ ഉള്ളൂ, 57 വയസ്സേ ഉള്ളൂ. ഒരു ക്രിസ്ത്യൻ എന്നുള്ള ഒരു ഇവിടുത്തെ ഒരു ഓർത്തഡോക്സ് ചർച്ചിൽ പോകുന്ന ഒരാളാണ്. നമ്മൾ വിശ്വാസികൾ അങ്ങനെയുള്ള നമ്മുടെ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. പക്ഷെങ്കിൽ അവർ ആക്സിഡന്റ് ആയ ആ റൂമിൽ കിടന്നപ്പോ അവരുടെ കോണ്ടാക്ട്സ് ഒന്നും, ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലാണ് കേട്ടോ, അവരുടെ കോണ്ടാക്ട്സിലേക്ക് റീച്ച് ചെയ്യാൻ ആർക്കും പറ്റുന്നില്ല. എന്നെ പെട്ടെന്ന് എന്റെ നെയ്ബർ വിളിച്ചു. അങ്ങനെ ആ നെയ്ബർ ത്രൂ ഉള്ള പരിചയമാണ്. ജയനെ, ഇതുകൊണ്ടൊക്കെ നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഒരു ചർച്ചിൽ ഒരു ആന്റി വന്ന് കിടപ്പുണ്ട്, ഒന്ന് ചെല്ലാമോ? ഞാൻ ജോലിക്ക് പൊക്കോണ്ടിരിക്കുക. അപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ ഡിപ്പാർട്ട്മെന്റിലോട്ട് കയറി. ഇത് എമർജൻസി റൂമിലോട്ടാണ്. ഞാൻ പെട്ടെന്ന് റഷ് ചെയ്ത് അവിടെ ചെന്നപ്പോൾ ഈ ആന്റി വല്ലാത്തൊരു അവസ്ഥയിലാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഐ നോ ഹർ. ഞാൻ കള്ളമാ പറഞ്ഞത്, പക്ഷേ എന്റെ നെയ്ബർ ത്രൂ ആണ്. ലൈക്ക് ദാറ്റ് എനിക്ക് പേഴ്സണലി ആന്റി അറിയത്തില്ല. ഞാൻ അവരോട് ആന്റിക്ക് വേണ്ടി സംസാരിച്ചു. അവർ പെട്ടെന്ന് വേറൊരു നമ്പർ എടുത്ത് കൊടുത്തു. അപ്പോഴത്തേക്ക് ഫാമിലിയൊക്കെ വന്നു. പക്ഷെ അതിന് സെക്കൻഡ് ഓരോ ദിവസം കഴിയും തോറും ആന്റിയുടെ സിറ്റുവേഷൻ വളരെ വർസായിരുന്നു. ഞാനും പ്രിൻസ് പാസ്റ്റർ ഇവിടെ യുഎസിലുള്ള സമയം ഞങ്ങൾ 2 ദിവസം ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾ എന്റെ ഹോസ്പിറ്റൽ വർക്ക് പ്ലേസ് അദ്ദേഹമാണ് ആദ്യമായിട്ട് കാണുന്നത്. ഞങ്ങൾ 2 അവിടെ ചെല്ലുവാനിടയായി. ആ കട്ടിലിന്റെ അടുത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അനേകം പേർ ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അല്ല, ഞങ്ങൾക്കും പ്രാർത്ഥിക്കാൻ ദൈവം ഇടവരുത്തി. എന്നാൽ ആന്റി പിന്നെ അതിന് ശേഷം ഞങ്ങൾ പലപ്പോഴും കണ്ടു. ഞങ്ങൾ ഇടയ്ക്കൊക്കെ എന്നോട് പറയും, ഒരു ദിവസം അന്നേരം ആന്റിക്ക് ബോധമില്ല. പിന്നെ 1-2 ദിവസം ഞാൻ പോവുകയുണ്ടായി. ഒരു ദിവസം ഞാൻ കേട്ടു
എല്ലാവരും ഫാമിലി എല്ലാം അറിയിച്ചോളാൻ പറഞ്ഞു. എനിക്ക് അവരുമായിട്ട് ഒരു ബന്ധമോ പരിചയമോ ഒന്നുമില്ല. പക്ഷെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ മുറിയിൽ അന്യഭാഷയിൽ പ്രാർത്ഥിക്കണം എന്നൊരു നിയോഗം തന്നു. ആരും അറിഞ്ഞില്ല, ആന്റിയും അറിഞ്ഞില്ല, ആരും അറിഞ്ഞില്ല. അന്യഭാഷ ഞാൻ അറിയാതെ കരയുകയായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നു ആന്റി പിന്നീട് സൗഖ്യമായി. മറ്റു പലരും വേണ്ടി പ്രാർത്ഥിച്ചു കാണും. പക്ഷെ അവിടെ ഒരു ദൈവത്തിന്റെ എൻകൗണ്ടർ, ഒരു ദൈവ സാന്നിധ്യം. ആ ആന്റി കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചപ്പോഴും ഞാൻ ഒന്നും പറയാൻ പോയില്ല. ആ നടന്ന സംഭവമല്ല. കാരണം അതിന് ശേഷവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയൊരു പ്രവൃത്തി അവിടെ നടന്നൊരു സൗഖ്യം നടന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവനാമ മഹത്വത്തിന് വേണ്ടി മാത്രം അതിരായി തീരട്ടെ. പക്ഷെ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ സഭകളിൽ ഇതേ രീതിയിലുള്ള സൗഖ്യങ്ങൾ, വിടുതലുകൾ നടന്ന കാലമുണ്ട്, ശക്തമായി നടന്നിട്ടുണ്ട്. ഇന്ന് നടക്കുന്നു എന്ന് പറയുന്നത് പലതും ഞാൻ ഈ മുമ്പേ പറഞ്ഞ പോലെ അതിനുവേണ്ടി നടത്തുന്നതാണ്. എന്നാൽ ഈ ദിവസങ്ങൾ അതേ ഒരു തിരിച്ചുപോക്ക്, അതായത് നമ്മൾ ഇങ്ങനെ തന്നെ നമുക്കൊരു ഗൗരവമായിട്ട് എടുക്കണം. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ പറയുമ്പോൾ നമ്മൾ വളരെ ക്ലോസ്ഡ് ആയിട്ടേ പറയാം, അല്ലെങ്കിൽ അത് തെറ്റിദ്ധരിക്കപ്പെടും. കഴിഞ്ഞ ദിവസം ആ പുള്ളിക്കാരി എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞാൻ അതിനെ ആ മുഖാന്തരമായിട്ട് എടുത്തിട്ട് അവരെ റീച്ച് ചെയ്യാൻ, നമ്മുടെ രീതി അറിയാമല്ലോ, അതിനെ ഒരു കാരണമാക്കി എടുത്ത്, ആന്റി അറിഞ്ഞായിരുന്നു ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചായിരുന്നു, ആന്റി അറിഞ്ഞില്ല, ആന്റിക്ക് സൗഖ്യം കിട്ടിയത് ഞാൻ പ്രാർത്ഥിച്ചതാണ്, ആ റൂട്ടിൽ പോകാനൊന്നും ദൈവാത്മാവ് എന്നെ അനുവദിച്ചില്ല. ശാന്തമായിരിക്കുകയായിരുന്നു. അവർ വീണ്ടും കണക്ട് ആവുകയാണെങ്കിൽ പക്ഷെ അവിടെ സുവിശേഷം പറഞ്ഞു കേട്ടോ അവരോട്. എന്നോട് പറയാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞേ ബോധം വന്നപ്പോൾ. അതിനുശേഷം പിന്നീട് ആന്റിക്ക് ബോധമായി. 1 മാസത്തോളം ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നു. എന്നോട് ഇടയ്ക്കിടയ്ക്ക് പറയും, മോനെ എന്നാ വിളിച്ചേ, മോനെ ഇടയ്ക്കൊന്ന് വരണേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേ. ഒരു പ്രാർത്ഥന കൊതിക്കുകയാണ്. പലപ്പോഴും അവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പം അറിയാതെ കരയും. എനിക്ക് മനസ്സിലായി പരിശുദ്ധാത്മ അവർക്ക് വേണ്ടി ഇടപെടുകയാണ്, അവർക്ക് വേണ്ടി ഇടപെടുന്നുണ്ട്, പ്രാർത്ഥിക്കുകയാണ്. അവർക്ക് ഒരുപാട് മുറിവുകൾ. ഭർത്താവ് മരിച്ച ഒരു സ്ത്രീയാണ്, 2-3 വലിയ മക്കളുണ്ട്. അവരൊന്നും അമേരിക്കയിലെ ലൈഫിൽ അങ്ങനെ പോവുകയാണ്. പക്ഷെ എവിടെയോ ഒരു ബ്രേക്ക് വന്നു അവരുടെ ലൈഫിൽ. കഴിഞ്ഞ ദിവസം എന്നെ അറിയാതെ വിളിച്ചപ്പോൾ ഞാൻ തിരിച്ചു. എനിക്ക് മനസ്സിലായി അവർ അറിയാതെ വിളിച്ചൊന്നുമല്ല, ദൈവത്തിന്റെ നിയോഗമാണ്. ഞാൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്നോട് ചോദിച്ചു ഞാൻ ജോലിക്ക് പോകാൻ തീരുമാനം. ഞാൻ പറഞ്ഞു, ആന്റിയുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു, വിസിബിലിറ്റി എടുക്കാമല്ലോ. ഇനി ദൈവം തിരിച്ചു തന്ന ലൈഫാണ്, ദൈവം തിരിച്ചു തന്ന ജീവനാണ്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കാമെങ്കിൽ പ്രാർത്ഥിച്ച് മുന്നോട്ട് പോവുക. ദൈവം എനിക്ക് പറയാനുള്ളതാണ്. പക്ഷെ നിങ്ങളുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് എനിക്ക് അറിയത്തില്ല. അത്രയും പറയുവാൻ ഇടയായി. അവിടെ നമ്മുടെ ക്രൈസ്റ്റ് പർച്ചേസിലേക്ക് ആന്റി നാളെ മീറ്റിംഗിൽ വരുമെന്ന് നമ്മുടെ മെമ്പറാണ് നമുക്ക്. പക്ഷെങ്കിൽ ഒരു ആത്മാവിന്റെ ആ വില മനസ്സിലാക്കുന്ന നമുക്കറിയാം. അവിടെ ഉണ്ടായ ഒരു വിടുതലും ഒരു ദൈവപ്രവൃത്തിയും ഒരു വ്യക്തിയുടെ അവരുടെ ലൈഫിന്റെ ഒരു അടുത്തൊരു ലെവലിലേക്ക്, ക്രിസ്തുവുമായിട്ടുള്ള ആത്മബന്ധത്തിലേക്ക് അവരെ നയിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ ശുശ്രൂഷകൾ ചിലപ്പോൾ ചെറുതായിരിക്കാം, ആരും നമ്മൾ അറിയപ്പെടത്തില്ലായിരിക്കാം, നമുക്ക് ബിൽഡിങ്ങുകളില്ലായിരിക്കാം, അത് അടുത്ത ലെവലിലേക്ക് ആ ശുശ്രൂഷ അങ്ങനെ വളരണം. ആ മോഡലിലായിരുന്നു അപ്പോസ്തോലിക് ചർച്ചിന്റെ മോഡലുകൾ. ഈ ദിവസം ഞാൻ വിശ്വസിക്കുകയാണ്, ഇവിടെ ഈ ദേശത്തും നമ്മുടെ നാട്ടിലും എല്ലായിടത്തും, ബാംഗ്ലൂരിൽ നിന്നാണ്, എല്ലായിടത്തും ഇതേ രീതിയിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളും നടക്കണം. നമ്മൾ അതിനുവേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. ഇവിടെ സജി പാസ്റ്റർ നമ്മളുണ്ട്. സജി പാസ്റ്ററൊക്കെ അങ്ങനെ ശക്തമായിട്ട് ദൈവം ഉപയോഗിക്കുന്ന ആളാണ്. പലർക്കും അദ്ദേഹത്തെ ആ രീതിയിൽ അറിയത്തില്ല. അദ്ദേഹം ഒരു ബൈബിൾ ടീച്ചർ, കോളേജിന്റെ വൈസ് പ്രിൻസിപ്പൽ എന്ന നിലയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. പക്ഷെ എനിക്ക് പേഴ്സണലായിട്ട് അറിയാം, ദേവാസൻ ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു, കേൾക്കുന്നുണ്ടോ? അദ്ദേഹത്തിന്റെ ശുശ്രൂഷ തന്നെ അതാണ്. പലയിടത്തും ഡെലിവറൻസ്, സൗഖ്യങ്ങൾ, ഈ വിഷയത്തിലൊക്കെ അദ്ദേഹം പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്ന ഒരു മനുഷ്യനാണ്. നമ്മൾ ആ രീതി നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നില്ല. പക്ഷെങ്കിൽ നമ്മുടെ സഭകൾ അതുകൊണ്ടാണ് ജയ സിസ്റ്ററിന്റെ ആ അമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒരു സാക്ഷ്യം. കാരണം അവരുടെ സമൂഹം അവരെ വാച്ച് ചെയ്യുന്നത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് കർത്താവിനെ സത്യമാണെന്ന് പറഞ്ഞു വന്നവർ അവരെ വാച്ച് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അവരുടെ വീഴ്ചയും അവരുടെ ഉയർച്ചയും ഒക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അവിടെ ഒരു വലിയ സൗഖ്യം, അത്ഭുത സൗഖ്യം സാക്ഷ്യമായ ആ അമ്മച്ചിയുടെ ഓർമ്മയൊക്കെ തിരിച്ചു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന യഥാർത്ഥമായ രീതിയിൽ ദൈവവചനം പഠിക്കുവാനൊക്കെ നമ്മൾ വിശ്വസിക്കണം. നമ്മുടെ കൂടെ അമ്മച്ചി ഇരിക്കുന്ന ഒരു ദിവസം ഉണ്ടാവുമെന്ന്. കർത്താവിന്റെ വരവ് താമസിച്ചാൽ നമ്മളെ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. സജിപ്പാസ്റ്റർ നമ്മളോട് ജോയിൻ ചെയ്യും. Praise the Lord. Praise the Lord. Yeah, Jayabadare, praise the Lord. Okay. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് മൊബൈലിൽ കൂടെ ഞാൻ കയറുന്നേ. ഞാൻ ഇന്ന് പുറത്തായിരുന്നു, ഞാൻ വന്നേ ഉള്ളൂ. ഇമ്മീഡിയറ്റ് ഞാൻ കയറിയായിരുന്നു. ഞാൻ കേട്ടു. ഇന്ന് നമുക്ക് രാവിലെ നല്ല ഒരു സെഷൻ ദൈവം നമുക്ക് തന്നു. നല്ല രീതിയിൽ നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ എല്ലാ കാര്യങ്ങളും ഓർത്തും പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ തന്നു. കവിതാ സിസ്റ്ററും അതിനകത്തുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജയ സിസ്റ്റർ, സദികുമാരി സിസ്റ്റർ, ഇവരെല്ലാവരും ഉണ്ടായിരുന്നു. നല്ല രീതിയിൽ പ്രാർത്ഥിപ്പാനും എബിസൺ ബ്രദർ നല്ലൊരു ചെറിയ സന്ദേശം ഒക്കെ തരാനായിട്ട് കർത്താവ് സഹായിച്ചു.
രാവിലെ എനിക്ക് തോന്നുന്നത് ജയം ബ്രദർ ഇച്ചിരി ടെൻസ്ഡ് ആയി പോലെ എനിക്ക് തോന്നിപ്പോയി. ഫേസ് എല്ലാം കണ്ടപ്പോൾ എന്തോ ഒരു ടെൻസ്ഡ് ആണ് എന്ന്. എനിക്ക് ജോലിയുടെ ടയർഡ്നെസ് കൊണ്ടാണോ അങ്ങനെ ഇരുന്നത്? ജോലി നമ്മൾ കഠിനമായ ദിവസം, അതികഠിനമായ ദിവസങ്ങൾ വരുമ്പം അങ്ങനെ ആയിരിക്കും നമ്മുടെ ഫേസ്. ആണല്ലേ? അന്ന് എനിക്കത് ഇന്നലെ മനസ്സിലായി. കഠിനമായ ഒരു ദിവസമായിരുന്നു, അതികഠിനമായ ഒരു ദിവസമായിരുന്നു. അതായത് ജോലി മുഖാന്തരമുള്ള ഒരു ഭാരമുണ്ട്. ഇനി നമ്മളെ കൊണ്ട് ജോലി ചെയ്യിച്ച് ആൾക്കാർ നമ്മളെ മുതലെടുക്കുന്ന അങ്ങനെ ഒരു നമ്മുടെ ജോലി, ഞാനൊരു സെക്കുലർ ഇതിന്റെ കാര്യം, നമ്മൾ അങ്ങനെ ഒരു അനുഭവം വരുമ്പോൾ എബിസൺ ആ, ബ്രദർ നന്നായിട്ടായിരിക്കും ഞാൻ പറയുന്നത്. കാരണം അദ്ദേഹം അങ്ങനെ നമ്മൾ നമ്മളെ കൊണ്ട് അവരോട് ജോലിയും എടുപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ ഉണ്ട്. വിശ്വാസികൾ എന്ന നിലയിൽ ക്രിസ്തുവിൽ നമ്മൾ ജീവിക്കും. നമ്മൾ ഇന്ന് കേട്ടോ, നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്ന ക്രിസ്തുവിനെ ആയതുകൊണ്ട് നമ്മൾ അവിടെ പലപ്പോഴും സൈലന്റ് ആയിട്ട് ഇരുന്ന് ഇതങ്ങ് സഹിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ എല്ലാം ഒരു ഇതാണ് ഫേസിൽ കണ്ടത്. ശാന്തനായി. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ നമ്മുടെ ജോലി മേഖലയിലൊക്കെ ഉണ്ട്. അപ്പോ ദൈവനാമം അത് മഹത്വപ്പെട്ട ദൈവത്തിന്റെ തീർച്ചയായിട്ടും ദൈവം എപ്പോഴും നമുക്ക് കാര്യങ്ങൾ തരുന്നത് ഓരോ ഇൻസിഡൻസുകളിൽ കൂടെ നമ്മൾ ലേണിംഗ് ചെയ്യുന്നുണ്ട്. ആ ലേണിംഗ് പൗലൂസ് തന്നെ പറയുന്നത്, ഓക്കെ, എനിക്ക് കഷ്ടം വന്നതിൽ എനിക്ക് ഭാരമൊന്നുമില്ല, പക്ഷെ എനിക്ക് ഒരു കാര്യം ഉറപ്പാ, എന്റെ കഷ്ടത്തിൽ കൂടെ അനേക കഷ്ടത്തിലിരിക്കുന്നവരെ എനിക്ക് ധൈര്യപ്പെടുത്തുവാനായിട്ട് കഴിയും. അപ്പൊ അത് നടക്കട്ടെ. സ്തോത്രം. ആകെ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇപ്പൊ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന നമ്മൾ അവസാനിച്ച് ആ മടങ്ങുകയാണോ? സമയം ചേഞ്ച് ആയിരുന്നല്ലോ. അപ്പൊ നമ്മൾ അനുസരിച്ച് ചെറിയ അരമണിക്കൂർ ഒരു ബാലൻസ് ചെയ്തിട്ടിരിക്കുകയാണേ. നാട്ടിലെ ടൈം അരമണിക്കൂർ, ഇവിടുത്തെ അരമണിക്കൂർ ബാലൻസ് ചെയ്തിരിക്കും. ഓക്കെ. ഇപ്പൊ നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞോ? അതെ, തീർന്നു. നമ്മൾ പ്രയർ ടൈം ആയിരുന്നു. തീർന്നു. പ്രയർ ആ, ടൈം. ഓക്കെ ഓക്കെ. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിൻസ് പാസ്റ്റർ എന്തെങ്കിലും, പ്രിൻസ് പാസ്റ്റർ എന്തോ അൺമ്യൂട്ട് ചെയ്തായിരുന്നു. ഇല്ല എന്ന് തോന്നുന്നു. പ്രിൻസ് പാസ്റ്റർ ഇല്ലേ? പ്രിൻസ് പാസ്റ്റർ ഉണ്ട്. പ്രിൻസ് പാസ്റ്റർ ഇപ്പൊ എനിക്ക് തോന്നുന്നു. ഉണ്ടോ? ഓക്കെ. ആണോ? ധന്യ സിസ്റ്റർ പ്രൈസലോ പ്രൈസലോ മക്കള് 3 പേരും അവരെന്ത് പറയുന്നു? എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ആട്ടെ പ്രൈസലോ. ആന്റി വളരെ കുഞ്ഞുങ്ങളൊക്കെ സന്തോഷം. സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും ക്ഷേമമായിട്ടിരിക്കുന്നു. കൃപയാൽ. ആ, ഓക്കെ. ആട്ടെ. പ്രിൻസ് പാസ്റ്റേ പ്രൈസലോ. ദേവാസൻ ലൈനിൽ ഇല്ലല്ലോ. അദ്ദേഹം രാവിലെ തൊട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇടയ്ക്കൊന്ന് രാവിലെ ആണല്ലേ? നമ്മളൊരു 7 മണിക്ക് തുടങ്ങിയതാ. 7:30 തുടങ്ങി. ആണല്ലേ? അതെ. ആട്ടെ. എന്നാട്ടെ. എന്നാ സജി പിന്നെ പാസ്റ്റർ പ്രാർത്ഥിച്ചു പറയണേ. ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ. ജയൻ ബ്രദറെ, സ്തോത്രം. എന്നോട് ക്ഷമിക്കണേ, രാവിലെ സമയം തെറ്റി ആ, ജോലിക്കാൻ ഇല്ല, അതൊന്നും സാരമില്ല സിസ്റ്ററെ. എന്തോ ഞാനത് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല. ഞാൻ കണ്ടായിരുന്നു സിസ്റ്റർ വിളിക്കുന്നതും തിരിച്ച് സോറി എന്നൊക്കെ പറഞ്ഞു. അതൊന്നും സോറി ഒന്നും പറയേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അറിഞ്ഞില്ലല്ലോ. ഞാനത് തിരിച്ച് മെസ്സേജ് അയക്കാൻ ടൈം കിട്ടിയില്ല. ഇറ്റ്സ് ഓക്കെ. നല്ലതായി നിങ്ങൾക്ക് വിളിച്ചത് നല്ലതായി. കാരണം ഞാൻ എന്റെ ഫോണ് അറിയാതെ ഒരിടത്ത് സ്ഥലത്ത് വെച്ചിട്ട് ഞാൻ ആ ജോലിയിൽ അങ്ങ് ഒത്തിരി തിരക്കിലായിപ്പോയി. അപ്പൊ എന്റെ ഫോണും എന്റെ കയ്യിലായിപ്പോയി. തിരിച്ച് ഞാൻ ഈ ഫോൺ ചെന്ന് കണ്ടുപിടിക്കാനെ കൊണ്ട് പെട്ടെന്ന് എന്നോട് ഇങ്ങനെ, പിന്നെ ഞാൻ ജോലിയിൽ ഒരു കേസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ഇന്റുബേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു അമ്മച്ചിയെ തിരിച്ച് ഞങ്ങൾ ഇങ്ങനെ ഒരു പേസ് മേക്കർ ഒക്കെ വെച്ച് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി ഫോക്കസ്ഡ് ആയിരുന്നു. എന്റെ ഫോൺ അപ്പം അത് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വെച്ചപ്പോൾ ഇതങ്ങോട്ട് തീരുന്നില്ല. പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി. അപ്പൊ ഞാൻ സമയമൊന്നും നോക്കുന്നില്ല, ഫോൺ പോയി എടുത്തു. അപ്പൊ എന്റെ കൂടെ ഇരിക്കുന്ന ജോലിക്കാരോട് ഞാൻ പറഞ്ഞു, ഒന്ന് ബെല്ലടിക്ക്, ഞാൻ പോയി ഫോൺ എടുക്കുന്നുണ്ട്. ഞാൻ അവിടെ എല്ലാം വേറൊരു സ്റ്റോർ റൂമിൽ പോയി ഫോൺ അവിടെ വെച്ച് മറന്നുപോയായിരുന്നു. അവിടെ ചെന്നപ്പോ ഫോൺ കണ്ടു. അന്നേരമാണ് എല്ലാവരുടെയും കോളും മെസ്സേജും കിടക്കുന്നത് കണ്ടു. ഇനി ഭംഗിയായിട്ട് നമ്മൾ മീറ്റിംഗ് ക്യാൻസൽ ചെയ്താലെന്ന് പെട്ടെന്ന് ഞാൻ പാസ്റ്ററോട് പറഞ്ഞു, സോറി ഉണ്ടോ, ഒന്ന് ക്യാൻസൽ ചെയ്യാം. പെട്ടെന്ന് പക്ഷെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി വന്നില്ല. പ്രാർത്ഥനാ സെഷനുകളൊക്കെ അങ്ങനെ മുടങ്ങാതെ നടക്കട്ടെ. ഭയങ്കര അനുഗ്രഹമാണ്. സ്തോത്രം. സജി പാസ്റ്റർ പ്രൈസലോ. ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയ. ഓക്കെ, നോ പ്രോബ്ലം. നമുക്ക് പുറത്തിറങ്ങാനായിട്ട് നമുക്ക് അവിടെ ഒരു ഡോർ ഉണ്ടല്ലോ അവിടെ. ഒരു ബ്ലസ്സഡ് പ്ലേസ് ആ കേട്ടോ അവിടെ. ഞാൻ ആക്ച്വലി എനിക്ക് പറഞ്ഞില്ലേ, അതോടെ പ്രാർത്ഥനയിൽ ഓർക്ക് എനിക്ക് ആ കിഡ്നി സ്റ്റോണിന്റെ പെയിൻ കുറച്ചുകൂടി വല്ലാതാകുന്നുണ്ട്. എനിക്ക് പറ്റുന്നില്ല. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പുറത്തോട്ടൊന്ന് ഇറങ്ങി കുറെ നേരം ഇരുന്നിട്ട് വയ്യ. തീർച്ചയായിട്ടും. ഓക്കെ. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം കേട്ടോ. ദൈവം സൗഖ്യമാക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, ഞാനൊന്നൊരു വാക്കൊന്ന് പ്രാർത്ഥിച്ച് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? യെസ്. ഓക്കെ.
കർത്താവെ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, ഒരു പ്രാവശ്യം കൂടെ സർവശക്തനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഞങ്ങൾ താഴ്മയോടെ ഞങ്ങൾ ഇരിക്കുന്നു. കർത്താവെ, ആമേൻ, സ്തോത്രം. ഇന്ന് ആമേൻ പ്രഭാതത്തില് കർത്താവിന്റെ സന്നിധിയിൽ ഇരിപ്പാൻ ദൈവം ഞങ്ങളെ ഉണർത്തിയതിനായിട്ട് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ, വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് പ്രാർത്ഥിപ്പാൻ ദൈവമേ പ്രഭാതത്തിലെ കൃപ തന്നു. അപ്പോൾ തന്നെ സ്തോത്രം കർത്താവ്, ഞങ്ങൾ കൂട്ടായ്മയായി CBSE കൂട്ടായ്മയായി ഞങ്ങൾ കടന്നു വന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയുണ്ടായി. സ്തോത്രം. വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അവർ പറഞ്ഞ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ചു. CBSE ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. അതുപോലെ തന്നെ സ്തോത്രം എല്ലാ അഭിഷിക്തന്മാരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. അവൻ സ്തോത്രം. ആമേൻ. CBSE ചർച്ചിന്റെ ത്രൂ ആയി നടക്കുന്ന എല്ലാ പ്രോഗ്രാംസിനെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചു. ആമേൻ. പ്രിൻസ് പാസ്റ്ററെ, ജയം ബ്രദറെ, കുടുംബം, അവൻ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കുകയുണ്ടായി. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ ദൈവം വീണ്ടും ഞങ്ങൾക്ക് നൽകി തന്നു. ഈ സമയം ഞങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ട് അവൻ പ്രിൻസ് പാസ്റ്ററുടെ നേരെ ഞങ്ങൾ കരം നീട്ടിക്കൊണ്ട് ഞങ്ങൾ കർത്താവെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. നാഥ, അങ്ങയുടെ ദാസനെ വേദന അനുഭവിക്കുന്ന ഇടത്ത് ഞങ്ങൾ ഇരിക്കുന്ന റൂമിൽ ഇരുന്നു കൊണ്ട്, ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് അങ്ങയുടെ അഭിഷേകത്തിന് നേരെ ഞങ്ങൾ ഹല്ലേലൂയ കരം യേശുവിന്റെ നാമത്തില് ഞങ്ങൾ കർത്താവെ കരം ചൂണ്ടിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. തനിക്ക് തന്റെ ശരീരത്തിലുള്ള സ്തോത്രം സ്റ്റോണിൽ മുഖാന്തരം ഉണ്ടാകുന്ന സകല വേദനയും സ്റ്റോൺ തന്നെ അത് കർത്താവെ യേശുവിന്റെ നാമത്തില് അവയുടെ മേൽ ഞങ്ങൾ ജയമെടുത്ത് കർത്താവെ പൂർണ്ണ വിടുതല്, പൂർണ്ണ സൗഖ്യം, പൂർണ്ണമായിട്ടൊരു വിടുതല് പ്രിൻസ് പാസ്റ്റർ അനുഭവിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾ യേശുവിന്റെ നാമത്തില് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജയത്തോടെ പൂർണ്ണമായിട്ടുള്ള സൗഖ്യവും വിടുതലും കർത്താവ് ഞങ്ങളുടെ ദാസന് അവിടെ നിന്ന് കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പച്ച എല്ലാ നിലകളിലും അവിടെ നിന്ന് മാനിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാവരും ഏൽപ്പിക്കുന്നു. അപ്പച്ച അതും ജയം ബ്രദറിനെ ഏൽപ്പിക്കുന്നു. ആമേൻ. കർത്താവ് ബിസം ബ്രദറിനെ, അതുപോലെ എല്ലാ കർത്തൃദാസിമാരെ സമർപ്പിക്കട്ടെ. ദൈവകൃപയിൽ എല്ലാവരും പൊതിയണം, സൂക്ഷിക്കണം. ഞങ്ങളുടെ കൂട്ടായ്മ അനുഗ്രഹിച്ചതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. ഞാൻ ആശീർവാദം പറഞ്ഞോട്ടെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനം പരിപാലനം നാം ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാ ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസം നമ്മോടുകൂടെ പ്രാർത്ഥിച്ച സകല വിഷയങ്ങളോട് കൂടെയും കർത്താവ് യേശു കണ്ട മേഘപ്രത്യക്ഷമായിരിക്കുമാറാകട്ടെ. ആമേൻ, 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 ആമേൻ. അനുഗ്രഹിക്കട്ടെ.